ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലെ ഒത്തുകൂടുവാനായി സർവകൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും വിശിഷ്യ കർത്തൃവേലയിലായിരിക്കുന്ന അവിടുത്തെ പ്രിയദാസന്മാർക്കും എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. അതുപോലെ പുതുതായി നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ സഹോദരങ്ങളെയും വന്ദനം ചെയ്യുന്നു. അവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് ഈ സമയത്ത് എല്ലാ ആഴ്ചയിലും ദൈവവചന ധ്യാനത്തിനായിട്ട് ഒത്തുകൂടുന്നു. പലപ്പോഴും പലരുമൊക്കെ ഇങ്ങനെ ചോദിക്കുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ശൈലിയും രീതിയൊന്നും പൊതു പെന്തിക്കോസ് ലോകത്തിന് അത്ര അങ്ങ് ഉൾക്കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് ഒത്തിരി പേര് മടുത്തു പോയിട്ടുണ്ട്. എങ്കിലും മടുക്കാതെ ഇന്നും സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. എത്ര കൊടുങ്കാറ്റടിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മിനിമം അറ്റൻഡൻസ് ഉണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ പുലർകാലെങ്കിൽ പുലർകാലെ കല്ലറയ്ക്ക് പോകാൻ മനസ്സുള്ള ആൾക്കാരാണ്. മടി പിടിച്ചിരിക്കുന്നവരല്ല. നേരമൊക്കെ വെളുത്തിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് അറിയിച്ചതിന് ശേഷം പോകുന്നവരുണ്ട്. എല്ലാ തരക്കാരും ഉണ്ട് നമ്മുടെ നടുവിലും. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പൂരിപ്പിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്, ആ കാര്യങ്ങളെല്ലാം പറയേണ്ടതുണ്ട്. അതിനിടയിൽ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തുകൂടിയതിന് ശേഷം, അതായത് നമ്മുടെ ആ മെസ്സേജുകൾ, റെക്കോർഡ് ചെയ്ത മെസ്സേജുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. അത് സ്ഥിരം കേൾക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതിൽ മലബാർ സൈഡിൽ നിന്ന് പ്രായമുള്ള 80-ലധികം വയസ്സ് പ്രായമുള്ളൊരു അമ്മച്ചി ഇങ്ങനെ നിരന്തരമായി കേൾക്കാറുണ്ട്. 1-2 പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു വന്നു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. അതിന് ഒരു റാൻഡം ചെക്കിങ് എന്നുള്ള നിലയിൽ 2-3 പേരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതെങ്ങനെയാണ്, മനസ്സിലാകുന്നുണ്ടോ? നമ്മളിനി പുതിയ കാര്യത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോകാതെ നിലവിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഹൃദ്യസ്ഥമായോ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം വന്നോ എന്ന ചോദ്യത്തിലേക്ക് വന്നു. അപ്പോൾ ചോദിച്ചവരെല്ലാം ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് ഈ മെസ്സേജിൽ കേട്ടിട്ടാണ് വാത്സല്യ മാതാവ് എന്നോട് പറഞ്ഞത്, പാസ്റ്റർ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, ദൈവവചനം കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് മുൻപ് വിളിച്ച സമയത്ത് തൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിൽ തന്നെ പറയുകയാണ്, തനിക്ക് 3 മക്കളാണ്, 2 പെൺമക്കളും ഒരു മകനും ഭാര്യയും. ഈ 2 പെൺമക്കളും അവരെല്ലാം വിശ്വാസ വഴിയിലേക്ക് വന്ന് സ്നാനപ്പെട്ടിട്ട് ഒരു 10-35 വർഷം കഴിഞ്ഞു. 35 അടുത്ത് സമയമായി. അങ്ങനെ സ്നാനപ്പെട്ടതിന് ശേഷം കുറച്ച് കാലം മുൻപോട്ട് പോയി. എന്തൊക്കെയോ കാരണങ്ങളാൽ മകനും മരുമകളും പിന്മാറിപ്പോയി, 2 പെൺമക്കളും പിന്മാറിപ്പോയി. പിന്മാറിയതിന് ശേഷമാണ് പെൺമക്കളെ വിവാഹം കഴിച്ച് കൊടുത്തത്. കാത്തലിക് സൈഡിലേക്കും ഓർത്തഡോക്സ് സൈഡിലേക്കൊക്കെയാണ് വിവാഹം കഴിച്ച് കൊടുത്തത്. അപ്പോൾ അവരെല്ലാം അങ്ങനെ ദേശത്തും വിദേശത്തൊക്കെ ആയിട്ട് ജീവിക്കുന്നു. താൻ ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഒരു കാര്യം തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, എന്തുകൊണ്ടാണ് തൻ്റെ ഈ മക്കൾ ഇങ്ങനെ പിന്മാറിപ്പോകാനുണ്ടായ സാഹചര്യമെന്ന് 2-3 ആഴ്ചത്തെ മെസ്സേജുകളിൽ നിന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. അതായത് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹിമയും ക്രൂശീകരണവും അതിൻ്റെ ആഴങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യക്രിസ്ത്യാനി സമർപ്പിതനായിരിക്കണം, അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് പണിയപ്പെടുന്നത്, ഒരുക്കപ്പെടുന്നത്, ഈ ഭൂമിയിൽ ഏത് വിധത്തിലാണ് സഞ്ചരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞു പോയപ്പോൾ അതിന് മുൻപൊക്കെയുള്ള മെസ്സേജുകളിൽ നമ്മൾ രക്ഷയും വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ആഴങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ വിസ്തരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അത് പ്രിയപ്പെട്ടവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം വാത്സല്യ മാതാവിന് കേൾക്കാനിടയായിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് പുള്ളിക്കാരി പറഞ്ഞത്, എൻ്റെ മക്കൾ ആരും ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല, അവരൊക്കെ പിന്മാറിപ്പോയ സമയത്ത് എനിക്കെന്തോ പോകാൻ തോന്നിയില്ല, ഞാൻ അങ്ങനെ തന്നെ നിന്നു.
എന്നാൽ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇത്രയും വർഷങ്ങളായി ഈ വിശ്വാസ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഇത്തരം ഗൗരവമായ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 3-4 ആഴ്ചകളായി നമ്മൾ പറഞ്ഞ ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പുള്ളിക്കാരി പറഞ്ഞത്, ഈ കാര്യങ്ങൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് കേട്ടിട്ടില്ലെന്ന്. ഞാൻ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ ആവലോടെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഈ ഭൂമിയിൽ ഇവിടെയുള്ള ഒന്നും വെട്ടിപ്പിടിക്കേണ്ട, എനിക്ക് കർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് വാസം ചെയ്താൽ മതി. ആ വരവിൽ എനിക്ക് എടുക്കപ്പെടണം. അതുമാത്രമല്ല, യോഗ്യ എന്ന നിലയിൽ, അതായത് ജയാളികളുടെ സംഘത്തിൻ്റെ നടുവിൽ അങ്ങനെ കർത്താവിനോടുകൂടെ വസിക്കണമെന്ന് 80-ലധികം വയസ്സ് പ്രായമുള്ള അമ്മച്ചി പറയുമ്പോൾ, അത് എന്നോട് പറയുമ്പോൾ ഞാൻ അന്തം വിട്ടു പോവുക. എൻ്റെ പല സ്നേഹിതന്മാരുടെയും ഭാര്യമാർക്ക് 30, 35, 40, 38, 39, 39 ഇങ്ങനെയൊക്കെ പ്രായത്തിലിരിക്കുകയല്ല. അവർ പറയുന്നത് ഈ പാസ്റ്റർ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലെന്നാണ്. അവർ പറയുന്നത് ഈ പാസ്റ്റർ പറയുന്ന കാര്യമായിട്ട് മനസ്സിലാകുന്നില്ലെന്നാണ്. അതേസമയം 50 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള സഹോദരിമാർ ഇവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചാൽ അവരെല്ലാം പറയും ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന്. അതന്നെ ഈ 50-ന് മുകളിലേക്കുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് മനസ്സിലാകാതിരിക്കേണ്ടത്. അതിലെന്തോ ഒരു സംഭവമുണ്ട്. എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്, ഈ മെസ്സേജിനിടയ്ക്കൊന്നും പറയാൻ വരണ്ട, പിന്നീട് എപ്പോഴെങ്കിലും എന്നെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്കൊന്ന് പഠിച്ചിരിക്കാമല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സഹോദരന്മാർ, ഇവിടെ ഒത്തിരി തനിച്ചു വരുന്ന സഹോദരന്മാരുണ്ട് മെസ്സേജ് കേൾക്കാൻ. അവർ തനിച്ചിരുന്ന് കേൾക്കുമ്പോഴും അവരുടെ ഭാര്യമാർ അപ്പുറം ഇരുന്ന് സീരിയൽ കാണുവാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം മെറ്റായും കൂടെ വന്നിട്ടുണ്ടല്ലോ, മെറ്റായോടൊക്കെ സംസാരിക്കുന്ന സമയമായിരിക്കും, എനിക്കറിയില്ല. എനിവേ ആ സഹോദരന്മാർ വളരെ സങ്കടപൂർവ്വം പറയാറുണ്ട്, എന്നാണെങ്കിലും ഒരു താല്പര്യമില്ല പുള്ളിക്കാരിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ലെന്ന്. പക്ഷേ 80-ലധികം വയസ്സ് പ്രായമുള്ള വാത്സല്യ മാതാവ് അത് പറയുമ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ലാഞ്ചനയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പരിഗണിക്കേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാറുണ്ടല്ലോ, ഇതും അങ്ങനെയായിട്ടങ്ങ് പരിഗണിച്ചാൽ മതി, വേറെ രീതിയിൽ പരിഗണിക്കേണ്ട, അങ്ങനെ തന്നെ അങ്ങ് കൂട്ടിക്കോ. അപ്പം വാത്സല്യ മാതാവ് പറഞ്ഞ ഒരു മെസ്സേജ് എനിക്ക് വന്നു, അതാണ് ഞാൻ ചിരിച്ചു പോയത്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ട് നിശ്ചയമായും. ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യാത്ത സഹോദരിമാരുടെ കാര്യം പറയുമ്പോൾ തന്നെയും, അതുപോലെ തന്നെ ഏകരായി വിശ്വാസ വഴിയിൽ പൊരുതി നിൽക്കുന്ന സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട്. വിശ്വാസ വഴിയിലേക്ക് വരാത്ത ഭർത്താക്കന്മാരുണ്ട്, അവർ തനിച്ച് നിൽക്കുന്നുണ്ട്. തനിച്ച് നിൽക്കുന്ന സഹോദരിമാർ ഇപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതേസമയം ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ കോടാനുകൂടി വർഷമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നവരും നമ്മുടെ നടുവിലുണ്ട്. പക്ഷേ അവരിൽ പലരുടെയും ഭർത്താക്കന്മാർ നമ്മുടെ ഈ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് വരാറില്ല. അതിനവർ പറയുന്നത് ഒരു പ്രോസ്പെരിറ്റി ഒന്നും പറയുന്നില്ല, പ്രോസ്പെരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പുഷ്ടിയൊക്കെ വേണ്ടേ. നമ്മുടെ ഇവിടെയുള്ള ഉദ്ദേശിയില്ലേ, മൂവാറ്റുപുഴയാറിൻ്റെ അടുത്തുള്ള ഉദ്ദേശി പണ്ട് പറഞ്ഞ പോലെ ഇച്ചിരി പ്രോസ്പെരിറ്റിയൊക്കെ വേണ്ടേ നമുക്ക്, നമ്മളെന്നും ഇങ്ങനെ നടന്നാൽ മതിയോ, ഇച്ചിരി നന്മതിന്മകളൊക്കെ അറിയണ്ടേന്ന്. അപ്പോൾ അതുപോലെ ചോദിക്കുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. അവരെയും ഞാൻ സ്മരിക്കുകയാണ്, ദൈവം അവരുടെ എല്ലാം കണ്ണ് തുറക്കട്ടെ എന്നുള്ളതല്ലാതെ. പറഞ്ഞു വന്നപ്പോൾ അത് ഏകപക്ഷീയമായി പോയി. എന്നെ കറക്റ്റ് ചെയ്തതിന് താങ്ക്സ്. സഹോദരിമാർ മാത്രം തലയിടുന്നില്ലെന്ന് പറയുമ്പോൾ സഹോദരന്മാരെല്ലാം ഭയങ്കര കത്തി ജ്വലിച്ച് നിൽക്കുക എന്ന് കേൾക്കുന്നവർ ചിന്തിച്ചു പോകും. അത് വേണ്ട. അതാണ്, ഇങ്ങനെയാണ് പലരും നമ്മളെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും എപ്പോഴും. അത് വേണം, ഉപദേശിമാരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അപ്പോൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇത്രേ ആഗ്രഹമുള്ളൂ, എല്ലാവരും കാഹളം ധ്വനിക്കുന്ന കേൾക്കാനിടയാകട്ടെ. അതിലപ്പുറമായിട്ട് പേർ വിളിക്കുന്ന നേരം, അവിടെയാണ് ഇനിയും നമുക്ക് പറയാനുള്ളത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരിറ്റ് സമയം കളയാനില്ല, വേഗം മുന്നോട്ട് പോകാനുണ്ട്, പല കാര്യങ്ങളും പറയാനുമുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞു വരുമ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ചുരുളഴിഞ്ഞു വരും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ അതൊക്കെയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സാധുക്കൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതെ അവരവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കമൻറ്റ് പറയും, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാകുന്ന നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യമെന്ന് ഓർക്കുക. രണ്ട് കൂട്ടരോട് ഞാൻ പറയുകയാണ്. അതായത് ഒരു സൈഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ വഴിയിലേക്ക് തലതിരിക്കാത്ത സഹോദരിമാരുടെ കാര്യവും ഇതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്ത സഹോദരന്മാരുടെ കാര്യവും പറഞ്ഞല്ലോ. അതെല്ലാം പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സുവിശേഷ ഭാഗം ഓർമ്മ വരുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ,
കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗം മത്തായിലുമുണ്ട്, ലൂക്കോസിലുമുണ്ട്, 2 ഭാഗത്തുമുണ്ട്. അതായത് ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു, നിങ്ങൾ കേൾക്കുന്നു. അവർക്കാർക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. കേവലം സാധുക്കളായ മുക്കുവന്മാരായ, സമൂഹത്തിൽ ആരാലും അങ്ങനെയൊന്നും അറിയപ്പെടാത്ത, ഗിരിശൃംഗങ്ങളിലൊന്നും ഇരിക്കാത്ത നിങ്ങളെപ്പോലെയുള്ളവർക്ക് കാര്യം മനസ്സിലാകുന്നു. പക്ഷേ പ്രമാണിമാർക്കും കേമന്മാർക്കും ഒന്നും മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ. നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെ, നിശ്ചയമായും. ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നെക്കുറിച്ച് എന്താ പറയുന്നത് ശീമോനെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ, അല്ലെങ്കിൽ വന്ദിനായവൻ്റെ പുത്രനായ മെഷിയ എന്ന് പറഞ്ഞു. അതൊരു പറച്ചത് തന്നെയായിരുന്നു. ഉടനെ മറുപടി പറഞ്ഞു, ബറയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ അല്ലേ? ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ മുഖം അറിയാവുന്നയാളെന്നുള്ള നിലയിൽ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ. പലരും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും കേൾക്കാൻ പറ്റാത്തതും, പലരും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ പറ്റാത്തതുമായ വെളിപ്പാടുകളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നടത്തുന്നു. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ നൽകുന്നു. അതോർത്ത് നാം സന്തോഷിക്കുക, ആനന്ദിക്കുക. നമുക്ക് കുതിരയോ കഴുതിയോ ഒന്നും കിട്ടിയില്ലെങ്കിലും അതൊന്നും സാരമില്ലെന്ന്. വെളിപ്പാടുകളാൽ സമ്പന്നരല്ലേ? കുതിരയും കഴുതയും കഴുതിയുടെ ഒക്കെ ആവശ്യമുണ്ടോ നമുക്ക്? അതൊക്കെ സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തിക്കോളും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കപ്പെട്ട ബോധ്യങ്ങളിൽ നമുക്ക് അടിയുറച്ച് മുൻപോട്ട് പോകാം. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ചത്തെ ആ മീറ്റിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സൺഡേ ഈവനിങ്ങിൽ ഏതാണ്ട് രാത്രി ഒരു 10-11 മണി സമയത്ത് ഞാൻ ഇവിടെ ചോദ്യം ചോദിക്കാത്ത വേറെ കുറേ ആളുകളോട്, എത്രയോ പേരോട്, അവർക്കെല്ലാം ഞാനൊരു ഒരു മെസ്സേജ് അയച്ചു വിട്ടു. അതായത് മെസ്സേജ് ഇങ്ങനെയാണ്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ആ മെസ്സേജ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം സംക്ഷിപ്ത രൂപമായിട്ട്, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഒരു പേപ്പറിൽ എഴുതി ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അതായത് അതിൽ പറയുന്ന ഗൗരവമായ വെളിപ്പാടുകൾ നിങ്ങൾ എങ്ങനെ ഗ്രഹിച്ചു, ആ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ അബ്സോർവ് ചെയ്തു എന്നൊക്കെയുള്ളത് എനിക്കും കൂടെ ഒന്ന് അറിയണം. അതുകൊണ്ട് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അത് നിങ്ങളുടെ ഉത്സാഹത്തിൽ അതൊന്ന് എനിക്ക് എഴുതി അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും ചിന്തിക്കും ഞങ്ങളോടങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന്. അതായത് അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ലാത്ത ആളുകളോടാണ് പറഞ്ഞത്. തിരക്കൊക്കെ ഉള്ള ആളുകളോട്, പിന്നെ ഈ കണ്ണിനൊക്കെ പ്രതിസന്ധിയുള്ള പലരും ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞ് ഞാൻ ദൈവഭാവം മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരെല്ലാം ഞാൻ വിശ്രമത്തിലേക്ക് വിട്ടു. അവരെ ഒന്നും ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ബാക്കി കുറേ ആളുകളെ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ചിലർക്ക് ഒരാഴ്ചയായിട്ടും ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല. ചിലരൊക്കെ ഇന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ അയച്ചവരുണ്ട്. ഈ 10 മിനിറ്റ് മുമ്പ് വായിച്ച് ഞാൻ പഠിച്ച് പ്രസംഗിക്കണമെന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്, എനിക്കറിയില്ല. എന്നാൽ ചിലരൊക്കെ വളരെ ഉത്സാഹിച്ചു, അവർ വളരെ നേരത്തെ അയച്ചു. ചിലരുടെ എഴുത്തും കുത്തും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നേർച്ചയ്ക്ക് എന്തോ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അതിനടിയിൽ അവർക്ക് തന്നെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടാവും, അവർ ചുമ്മാ ഒരു നേർച്ചയ്ക്ക് ഒരു വഴിപാടെന്ന വണ്ണം പൂരിപ്പിച്ച് ഇങ്ങനെ എന്നാ പിടിച്ചോ പാസ്റ്ററെ എന്നുള്ള രീതിയിൽ അങ്ങനെ വിട്ടവരുമുണ്ട്. അല്ലെങ്കിൽ ഈ മെസ്സേജ് ചിലരുടെ കയ്യിലേക്ക് കിട്ടി 10 മിനിറ്റ് പോലും ആകുന്നതിന് മുമ്പ് മറുപടികൾ അയച്ചവരുണ്ട്. അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച കാര്യം ഡയറക്റ്റ് ഒരു തവണ കേട്ടാലൊന്നും മനസ്സിലാകില്ലെന്ന് വളരെ വർഷങ്ങളായിട്ട് വിശ്വാസ വഴി നടക്കുന്ന ഒരാൾ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലും എനിക്ക് ബോധ്യമുണ്ട്. ഒന്നുകൂടെയൊക്കെ കേൾക്കുമ്പോഴാണ് അതിലെ റെഫറൻസുകൾ നോട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സീരിയസ് ആയ വെളിപ്പാടുകൾ, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പോൾ അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക, എഴുതുക, ഓഫ് ചെയ്യുക, എഴുതുക, അങ്ങനെ ചെയ്യാലോ. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതാനുള്ളൂ പിന്നെ കേട്ട് പോകുമ്പോൾ. അപ്പം ചിലരൊക്കെ അയച്ചത്, ചിലരൊക്കെ വളരെ ഉത്സാഹിച്ചിട്ടുണ്ട്, അവർ പണിയെടുത്തിട്ടുണ്ട്. അതിനൊക്കെ അടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസിലോടോ ഹല്ലേലിയോ ഒരു സബാഷോ ഒരു തംസപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് ഉചിതമായിരുന്നു. പക്ഷെ ഞാനൊന്നും ആർക്കും അങ്ങനെയൊന്നും കൊടുത്തില്ല, ഒരു മുഖപക്ഷവും കാണിച്ചില്ല, ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് ആദ്യാനുഭവമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻപ് ആയിരുന്ന സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്ന ഫെലോഷിപ്പുകളിലും ഒന്നും അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കാറില്ല. മൊത്തത്തിൽ വന്നൊന്ന് കുലുങ്ങി മറിഞ്ഞ് ഇളകി മറിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുക എന്നുള്ള രീതിയേ ഉള്ളൂ. അല്ലാതെ സസൂക്ഷ്മം കേട്ടിരിക്കുക, അത് ഏറ്റെടുക്കുക,
പഠിക്കുക, ഗ്രഹിക്കുക, അതിനൊപ്പം ജീവിതം പരുവപ്പെടുത്തിയെടുക്കുക. അങ്ങനെയുള്ള രീതിയൊന്നും അല്ലല്ലോ ഇന്നത്തെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ചർച്ചിൻ്റെ രജിസ്റ്ററിൽ പേരുള്ള ആൾക്കാരാണ്. അവിടെ മൊത്തത്തിലുള്ള വഴിപാടുകളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ അർപ്പിക്കുക, കൊടുക്കുക, വരിക, 1 മണിക്ക് വീട്ടിൽ പോവുക. അതല്ലാതെ അതിലപ്പുറം ഒന്നും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, പൊതുവേ ഇല്ല, അങ്ങനെ വേണേൽ പറയാം. പറഞ്ഞല്ലോ, പലരും ഇങ്ങനെയൊക്കെ ചെയ്തു, ചിലർ ഇപ്പോഴും തന്നിട്ടില്ല. ചിലപ്പോൾ അവർ ചിന്തിച്ച് കാണും ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്. ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ, പിന്നെ അത് ഞങ്ങൾ അറിഞ്ഞോ പഠിച്ചോ കേട്ടോ ഇതൊക്കെ ഇതിന് മാത്രം ചൂഴ്ന്ന് നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും. എനിക്കറിയില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാത്ത കാര്യത്തെ കയറി പറയാനും പാടില്ല. ഒരു ഊഹം പറഞ്ഞതാണ്, ചുമ്മാ ഒരു ഊഹമായിട്ടങ്ങ് പറഞ്ഞതാണ്. എനിവേ, അപ്പോൾ ഈ കണ്ട കാര്യങ്ങളും കൈ കിട്ടിയ കാര്യങ്ങളിലും എനിക്ക് ഒരു പൂർണ്ണ തൃപ്തി ലഭിച്ചില്ലെന്നുള്ള കാര്യം മൊത്തത്തിൽ അങ്ങ് പറയാം. അതായത് ഒത്തിരി പേരുടെ കിട്ടിയല്ലോ, ഈ കിട്ടിയതിൽ നിന്ന് ഒരു പൂർണ്ണ തൃപ്തി ലഭിച്ചില്ല. പക്ഷേ അവരുടെ ഉദ്യമങ്ങളെ ഞാൻ എപ്പോഴും മാനിക്കും, ഉത്സാഹത്തെ ഞാൻ എപ്പോഴും വിലമതിക്കും. അപ്പോൾ പൂർണ്ണ തൃപ്തി എന്ന് പറഞ്ഞാൽ അവരിനിയും നല്ല രീതിയിൽ മുന്നോട്ട് വരണം. മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു വിഷയം പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യുവാണല്ലോ, അതുപോലെ തന്നെ മറ്റു പലരുടെയും മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അവരത് നോക്കുമ്പോൾ കൊള്ളാം, ഇവൻ്റെ അടുപ്പത്തിലും പരിചയത്തിലുള്ള ഉദ്ദേശി ഏതാ, അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ പേരെങ്ങാനും പറയുകയാണെങ്കിൽ എനിക്കതൊരു ഭയങ്കര അഭിമാന നിമിഷമല്ലേ, അത് ഭയങ്കര സംഭവമാണ്. അതല്ലെങ്കിലോ ചക്കെന്ന് ചോദിച്ചാൽ കൊക്കെന്നാണ് പറയുന്നെങ്കിലോ, അപ്പോൾ അത് നമുക്ക് ഒരു അഭിമാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആ കാര്യങ്ങളിൽ മെച്ചപ്പെടേണ്ടതുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് പലരുടെയും ഇങ്ങനെ ലഭിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ അതൊക്കെ വായിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഞാനും ഒന്ന് കേട്ടേക്കാം, ഞാനും ഒന്ന് എഴുതിയേക്കാം. അങ്ങനെ ഞാനും ഇരുന്ന് എഴുതി. പലരും എഴുതാത്ത കാര്യങ്ങൾ എനിക്ക് ഒരു 8-9 പോയിൻറ്റ്സ് ലഭിച്ചു. ആ പോയിൻറ്റ്സിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഞാൻ മുൻപോട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. അതായത് നിങ്ങളാരും നോട്ട് ചെയ്യാത്തതും, ചിലർ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു തീവ്രത എനിക്ക് ഫീൽ ചെയ്തില്ല. ചില പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു തീവ്രത എഴുത്തിൽ വന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനത് ആത്മാവിൽ മനസ്സിലാക്കിയാണ് ആ തീവ്രതയിൽ നിങ്ങളുടെ ഉള്ളിൽ അത് ജ്വലിക്കുന്നില്ല എന്നുള്ളത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, സംഭവം ഓക്കെ, അതുകൊണ്ടാണ് വരച്ചത്. പക്ഷേ അത് കത്തിജ്വലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു 3-4 ആഴ്ചയായിട്ട് തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു പ്രസിദ്ധനായൊരു ഉപദേശി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ അതിനൊരു മറുപടി എന്നോണം ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആയിരുന്നു, നമ്മുടെ കോമൺ മീറ്റിംഗ് അല്ല. ആ വീഡിയോ ഒത്തിരി ധാരാളം ആളുകൾ കാണുകയുണ്ടായി. അപ്പം അതിൽ ഞാനൊരു പരാമർശം നടത്തി. ആ വീഡിയോയിൽ നമ്മൾ ഈ പ്രസിദ്ധനായ ഉപദേശിയുടെ ഒരു 2 വീഡിയോ ക്ലിപ്പിങ്സ് കാണിക്കാനിടയായി. അതായത് കുറേ നാൾ മുമ്പ് അദ്ദേഹം യെരുശലേം ദേവാലയത്തിൻ്റെ തകർന്നു കിടക്കുന്ന മതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന്. അതിന് കോട്ട് ചെയ്യുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം. ശലോമോനോട് പറഞ്ഞ ആ കാര്യം അദ്ദേഹം എടുത്ത് പറയാണ്, ലോകത്ത് എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, പക്ഷേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് ഒരു വിശേഷപ്പെട്ട സംഭവമാണ്. ആ പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ ചെവി തുറന്നിരിക്കും, കണ്ണ് തുറന്നിരിക്കും, കേൾക്കും, ഭയങ്കര ഇമ്മീഡിയറ്റ് റിസൾട്ട് ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഒരു അസ്വസ്ഥജനകമായ കാര്യമാണ്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് തകർന്നു കിടക്കുന്ന യെരുശലേമിൻ്റെ വെസ്റ്റേൺ വാളിൻ്റെ അവിടെ നിന്ന് തലയിടിക്കാനോ പേപ്പർ ചുരുട്ടി വയ്ക്കാനോ പാകത്തിന് സത്യക്രിസ്ത്യാനികൾ മണ്ടന്മാരല്ല. അതുപോലെ പോപ്പോ പാത്രിയാർക്കീസൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ അത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണവും ഒഴുക്കിയ ചോരയും വെറുതെയായി പോകുന്നു എന്നുള്ളതല്ലേ വരുന്നത് അങ്ങനത്തെ മണ്ടത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? യെരുശലേമിന് ഭാവിയിൽ പ്രസക്തിയുണ്ട്. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളെപ്പോലെ തന്നെയാണ് യെരുശലേമിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പരസ്യം കണ്ടിട്ടില്ലേ, വിശുദ്ധ നാട് സന്ദർശനമെന്ന്. ഗലാത്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ യെരുശലേമിനെ എന്തിനോടാണ് ചിത്രീകരിക്കുന്നത്? ഇന്നിൻ്റെ യെരുശലേമിനെ എന്തിനോടാണ് ചിത്രീകരിക്കുന്നത്? അതെല്ലാം വായിച്ചിട്ടാണോ ആൾക്കാർ വിശുദ്ധ നാടെന്നൊക്കെ പറയുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാ സ്ഥലം പോലെ തന്നെയാണ് യെരുശലേമും പ്രാന്തപ്രദേശങ്ങളും. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് ചരിത്രം ഉറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് പഠിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ അവൻ്റെ അപ്പോസ്തലന്മാരുടെയും പാദസ്പർശമേറ്റ് അവർ നടന്നതും സഞ്ചരിച്ചതും പഠിപ്പിച്ചതുമായ സ്ഥലങ്ങളായതുകൊണ്ടും ബൈബിളിൽ അതിനൊക്കെ പ്രസക്തി ഉള്ളതുകൊണ്ട് നമ്മളത് പഠന വിഷയമായിട്ടെടുക്കും.
അല്ലാതെ അത് വിശുദ്ധ ഭൂമിയാണ്, യോർദാനിലെ ഒരു കുപ്പി വെള്ളം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറ്റിലെ വെള്ളം പറ്റിപ്പോവില്ലെന്നോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് പെന്തിക്കോസുകാർ. എന്നാ കോസാണോ? യെരുശലേമിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറച്ച് മണ്ണെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്നാ കാര്യം അതുകൊണ്ടൊക്കെ? അതിപുരാതന പെന്തിക്കോസുകാർ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, തെറ്റിദ്ധരിച്ചേക്കരുത്. ചില അതിപുരാതന പെന്തിക്കോസുകാർ അങ്ങനത്തെ മണ്ടത്തരമൊക്കെ ചെയ്യുന്നുണ്ട്. എനിവേ, ഈ ഉപദേശി അവിടെ നിന്ന് പറഞ്ഞ കാര്യം നമ്മൾ വീഡിയോ കാണിച്ചു. ആ വീഡിയോയിൽ ഉപദേശിക്ക് കാര്യമായിട്ട് മുടിയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് റീസെൻ്റായിട്ട് ഉപദേശി ഇത്തിരി ഭയാനകമായ രീതിയിൽ, ഇത്തിരി ഭയപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ആ വീഡിയോ കാണിച്ചപ്പോൾ ഉപദേശി കുറച്ചുകൂടെ സുന്ദരനാണ്, നന്നായിട്ട് മുടിയൊക്കെ ഇങ്ങനെ കിളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനൊക്കെ പൈസ മുടക്ക് കാണുമായിരിക്കും. അപ്പോൾ ഈ പ്രസംഗത്തിനകത്ത് ഞാൻ ഒരു മന്ദസ്മിതത്തോടുകൂടി പറഞ്ഞു, എന്തോ അത്ഭുതമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഉദ്ദേശിക്ക് എന്നെക്കാളൊക്കെ ഒത്തിരി വയസ്സ് താഴെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രായത്തിൻ്റെ ഒരു മൂപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇതൊരു അത്ഭുതമാണ് ഇങ്ങനെയൊക്കെ കിളുത്തു വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ പ്രസംഗം കേട്ട കുറേ ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാക്കി. ഈ ബോഡി ഷെയ്മിങ് ആണോ, കളിയാക്കിയതാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരൊറ്റ സെൻറ്റൻസേ പറഞ്ഞുള്ളൂ, ചിരിച്ചുകൊണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ്. സഹോദരങ്ങളെ, ഏതൊരു വ്യക്തിക്ക് അവരുടെ മുടി കറുപ്പിക്കാനും വെളുപ്പിക്കാനും അതിനകത്ത് എന്നാ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മളാരുമല്ല. നമുക്കെന്നാ കാര്യം? നമുക്കതൊന്നും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. നമുക്ക് വിശുദ്ധ തിരുവഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ഇങ്ങനെ ആയിരിക്കണം, അവരിങ്ങനെ ആയിരിക്കണം, അവൻ്റെ അഭിഷിക്തന്മാർ അല്ലെങ്കിൽ അവൻ്റെ ശുശ്രൂഷകന്മാർ, ക്രൂശ് വഹിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് നമ്മൾ പറഞ്ഞിരിക്കും. പിന്നെ അതാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ കുറച്ച് ആൾക്കാരാണ് കൊട്ടാരക്കര സൈഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നോക്കിയാന്ന് തോന്നുന്നു സങ്കടത്തിൻ്റെ പെരുമഴ പെയ്തത്. എന്താണെങ്കിലും ആ മഴ ചാറ്റൻ മഴയായിട്ട് നമ്മുടെ അടുത്ത് വന്നു. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ഒരു 2 ആഴ്ച ആവക വിഷയങ്ങളുടെ ഒരു വിശദീകരണത്തിലേക്ക് പോയി. നമ്മുടെ ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? പുതിയ നിയമ ക്രിസ്ത്യാനി സമർപ്പിത ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണ്? അവൻ എന്ത് കണ്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്? ക്രൂശിൻ്റെ ദർശനം കണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ അടിയറ പറഞ്ഞ് അവൻ എവിടേക്ക് വരിക? അവൻ വരുന്നത് ദൈവരാജ്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വരുന്ന ആ പുതിയ നിയമ ക്രിസ്ത്യാനി സമർപ്പിത ജീവിതം ആരംഭിക്കുകയാണ്. അതിൻ്റെ A to Z മുക്കും മൂലയും പറയേണ്ടതുണ്ട്. അതെല്ലാം പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണ്. അങ്ങനെ 2 ആഴ്ച പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു 3-ാമത്തെ ആഴ്ച വരും. ഈ 2 ആഴ്ച പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ അതിന് മുമ്പുള്ള 2 ആഴ്ചത്തെ കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജ് കേട്ടിട്ട് എനിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ കണ്ടൻറ്റ്, ചുമ്മാ കണ്ടൻറ്റൊന്നുമല്ല, അതിൽ വെളിപ്പാടുകളുണ്ടെന്നേ. ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഗൗരവമായ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ധ്യാനിച്ച് വീണ്ടും കേൾക്കണം, ധ്യാനത്തോടെ. അതുപോലെ തന്നെ അത് കേട്ടിട്ടും കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടല്ലോ, നിങ്ങൾ സമയമെടുത്ത്, എൻ്റെ ദൈവമേ നൈറ്റ് ഷിഫ്റ്റാണ്, അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഡേ നൈറ്റൊക്കെ ഉണ്ടാക്കിയത് തമ്പുരാനാ. ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും നൈറ്റ് ഷിഫ്റ്റിലും ഡേ ഷിഫ്റ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജോലിയെല്ലാം രാജിവെച്ച് വീട്ടിൽ ഇരുന്ന് ബൈബിൾ പഠിക്കുക. അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ നടുക്ക് നമ്മൾ പഠിക്കണം. ഒരു പണിയില്ലാതിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരാരും പഠിക്കാറില്ല. ഭയങ്കര തിരക്കുള്ള ആൾക്കാരെയാണ് ഞാൻ എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുകയും പഠിക്കുകയും അവരാണ് കൂടുതൽ എനർജറ്റിക്കായിട്ടും കൂടുതൽ ഉത്സാഹികളായിട്ടും കാണുന്നത്. ചുമ്മാ ഇരിക്കുന്ന ആളുകളെക്കാളും അവർ ഉത്സാഹികളാണ്. അപ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പലരും അത് വേണ്ട വിധത്തിൽ അത്ര ചെയ്തവരുണ്ട് കേട്ടോ, അവരൊന്നും ദുഃഖിച്ചേക്കരുത്. ഞാൻ അതിൻ്റെ ഒരു ഗൗരവത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ കൈകാര്യം ചെയ്ത സഹോദരങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യത്തിനാണ് ഞാനിപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യം ഇത്രയും പറയേണ്ടത്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. വിലപ്പെട്ട സമയം കളഞ്ഞുകൊണ്ട് ഈ 2-3 ആഴ്ച മുമ്പുള്ള ഈ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് പറയേണ്ടി വന്നത്. കാരണം പുതുതായിട്ട് പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവരോർക്കും എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഒന്നും മനസ്സിലാകാതെ പോകണ്ടല്ലോ എന്നോർത്തും അവർക്കും സഹായകരമാകട്ടെ. പിന്നെ ഇതൊക്കെ പിന്നെ ആരെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ, അവർക്കും സഹായകരമായിക്കോട്ടെ എന്നോർത്താണ് ആ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എഴുതാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു, ഇങ്ങനത്തെ ഒരു ഡിസ്പ്യൂട്ട് വന്നു. നമ്മൾ പറഞ്ഞ കാര്യത്തെ ചിലർ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുകയോ വിമർശിക്കുകയോ കരയോ വിളിക്കുകയോ എന്തോ ചെയ്തു. അവരുടെ ഉദ്ദേശിമാരുടെയൊക്കെ തലയിൽ മുടി കറുപ്പിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്, ഉദ്ദേശിക്ക് എന്തും ചെയ്യാൻ മേലെ എന്നൊക്കെ ചോദിച്ച് സഹോദരിമാരൊക്കെ ഏങ്ങലടിച്ച് കരയുമ്പോൾ
നമുക്കതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ടല്ലോ. ഒരു ഉപദേശി ആരെന്ന് നിങ്ങൾ അറിയണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായും വ്യക്തമായും കാര്യങ്ങളെ പറഞ്ഞു വന്നത്. അതിനല്ലേ വചനത്തിൻ്റെ പിൻബലങ്ങൾ കൊണ്ടുവന്നത്, അനേക വചനത്തിൻ്റെ പിൻബലങ്ങൾ കൊണ്ടുവന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഴയ നിയമത്തെയും കൂടെ മുൻനിർത്തി നിഴലുകൾ കൊണ്ടുവന്ന് യേശു ക്രിസ്തുവുമായി കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം പഠിപ്പിച്ചത്. അങ്ങനെ മുന്നോട്ട് വന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് വേണമായിരുന്നു എഴുതാൻ തുടങ്ങാൻ. അതായത് എഴുതാൻ തുടങ്ങുമ്പോൾ തലയ്ക്കകത്ത് എന്ത് വരണമായിരുന്നു? ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളുടെ ഉപദേശി പ്രസംഗിച്ചു തുടങ്ങിയത് എന്നുള്ളത് തലയിൽ കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു എഴുത്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ പലരും ആ കാര്യത്തിലേക്ക് സീരിയസ് ആയിട്ട് വന്നില്ല. അതുകൊണ്ടാണ് എഴുത്തിൽ തീവ്രത കുറഞ്ഞു പോയത്. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ. അതായത് ഈ പ്രസംഗങ്ങൾ നമ്മൾ ആരംഭിച്ചത് ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയത്തിലായിരുന്നു. അത് പലരും ശ്രദ്ധിക്കാതെ പോയി. അടുത്തൊരു കാര്യം, പലരും കാര്യങ്ങളൊക്കെ എഴുതിയെങ്കിലും റഫറൻസ് കാര്യമായിട്ടുണ്ടായില്ല. ചിലരുടേതിലൊക്കെ റഫറൻസ് ഉണ്ടെങ്കിലും ചിലരുടേതിലൊന്നും റഫറൻസുകളില്ല. അപ്പോൾ ഇത് എഴുതുന്ന രീതി വിത്ത് റഫറൻസ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്, അതൊന്നും നിങ്ങളാരും എനിക്ക് തരുന്നില്ല, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഉള്ളിൽ കിടന്നൊരു കത്ത് കത്തുന്നത്. ഞങ്ങൾ അന്ന് കേട്ട ഒരു 10 കൊല്ലം കഴിഞ്ഞ് ആ പേപ്പർ, ചുമ്മാ പേപ്പറാണെങ്കിൽ പറന്നു പോവും, അല്ല എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ആവട്ടെ, അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ സമയത്ത് പറഞ്ഞ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അങ്ങ് മിന്നി മറിയും. ഞാൻ ആദ്യമായിട്ടൊരു പെന്തിക്കോസ്റ്റ് ചർച്ചിലേക്ക് കാലെടുത്ത് വെക്കുന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് അവരെന്നെ വിളിച്ചത്. ഞാനൊരു വെള്ളിയാഴ്ചയാണ് ചെന്നത്. വെള്ളിയാഴ്ച കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചില ആഴ്ചകളോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു സൺഡേയിലും കൂടെ അവരെന്നെ വിളിച്ചു. ആ സൺഡേയിൽ ഞാൻ അവിടെ പോകാനിടയായി. ആ സൺഡേയിൽ അവിടെ നിന്ന് കർത്തൃമേശയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ആ ശുശ്രൂഷകൻ്റെ പ്രസംഗം എത്ര വർഷം പുറകിലാണെന്ന് ഓർത്തു നോക്കണം. അന്നത്തെ പ്രസംഗം യോശുവയുടെ പുസ്തകം. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ട മനുഷ്യരാണ്, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആഴ്ചകൾ മാസങ്ങളായിരിക്കുന്നു. അതിനിടയിലാണ് പരിശുദ്ധാത്മാവ് ചില പെന്തിക്കോസ് സ്നേഹിതന്മാരെ എനിക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ വളരെ ബുദ്ധിപൂർവ്വം പരിജ്ഞാനത്തിലാണ് എന്നെ ഹാൻഡിൽ ചെയ്തത്. ചാടിക്കേറി ചിലരൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും അല്ല ചെയ്തത്. അതായത് അതിൻ്റെ ഘട്ടമായിട്ട് കൈകാര്യം ചെയ്ത് ഈ കൊമ്പും ചില്ലയൊക്കെ മുറിക്കാമെന്ന് പറയുമല്ലോ, അങ്ങനെ മുറിച്ച് വേരൊക്കെ മാന്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു വെള്ളിയാഴ്ച വിളിച്ചു. നേരെ ഞായറാഴ്ച വരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പേടിച്ചു പോയേനെ. ഈ ബഹളത്തിനിടയ്ക്ക് ഇത് എന്നതാ ഈ കേൾക്കുന്നതെന്ന് ഓർത്തു പോയേനെ. ഒരു സമുദായക്കാരൻ തുറിയാനി അവിടെ ചെന്നിരുന്ന് ഈ ബഹളം കേട്ട് കഴിഞ്ഞാൽ പറിച്ചു പോകുമല്ലോ. അപ്പോൾ ആദ്യം ഒരു സാമ്പിൾ ഇച്ചിരി ശബ്ദത്തിൽ വെള്ളിയാഴ്ച കേട്ടു. അപ്പോൾ വലിയ പരിക്കില്ലാതെ തിരിച്ചു പോയി. അടുത്ത സൺഡേ ചെന്നപ്പോൾ ഭയങ്കര ശബ്ദമായിരുന്നു. എങ്കിൽ പോലും ഞാൻ അതിനകത്തങ്ങ് ലയിച്ചു ചേർന്നു. അപ്പോൾ അന്നത്തെ പ്രസംഗമാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. നീ എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെ വചനം മുറുകെ പിടിച്ച് നിന്നാൽ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ ഞാൻ സാധ്യമാക്കുമെന്നാണ് പറയുന്നത്. യോശുവയോടുള്ള ബന്ധത്തിൽ അതിന് ആത്മീയ വശമല്ല, അതിൻ്റെ ലിറ്ററൽ വശമാണ് എടുക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിൽ അതിന് ഒത്തിരി ആത്മീയമാനങ്ങളുണ്ട്. അന്ന് ആദ്യമായിട്ട് അവിടെ പോയിരിക്കുന്ന എനിക്ക് അതിൻ്റെ ആത്മീയമല്ലോ അറിയാവോ. എന്തായാലും അത് എൻ്റെ ഉള്ളിൽ സ്പർശിച്ചു. ആ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ സ്പർശിച്ചു. വലിയ വെളിപ്പാട് വീട്ടിൽ തിരിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലല്ല, അതകത്ത് കിടന്നു. അതുകൊണ്ടല്ലേ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതകത്ത് കിടക്കും. ഏത് ബുൾഡോസർ വന്നാലും ഉണ്ടല്ലോ, ആ ബുൾഡോസറോ JCB വന്ന് കോരി മാന്തിയെടുത്ത് കളയാൻ നോക്കിയാലൊന്നും അങ്ങനെയൊന്നും പോവില്ല. അത് അകത്ത് കോളത്തി കഴിഞ്ഞാലുണ്ടല്ലോ അതവിടെ കിടക്കും. അടുത്തൊരു തലമുറയെ അതിനുവേണ്ടി സജ്ജമാക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, ചില രാജ്യങ്ങൾ അവർക്ക് ഫുട്ബോൾ മേടിക്കാൻ പോലും പൈസയില്ല കയ്യിൽ. അത് 50 രൂപ കൊടുത്തിട്ട് ഫുട്ബോൾ മേടിക്കാൻ പോലും പൈസയില്ല. പക്ഷേ അവർ പ്ലാൻ ചെയ്യുകയാണ്, അവർ സ്വപ്നം കാണുകയാണ്. അടുത്ത 2050 വേൾഡ് കപ്പിൽ ഞങ്ങൾ കളിക്കും. അതിന് ഇപ്പോഴേ അവരുടെ പ്രസവിച്ച് വീഴുന്ന കൊച്ചുങ്ങളെ അവരതിനു വേണ്ടി തയ്യാറാക്കുക. അവിടെ മുതൽ തുടങ്ങുകയാണെന്നേ. പ്ലാനും പദ്ധതിയൊക്കെ ഒരുക്കുകയാണ്. അങ്ങനെ പ്ലാനും പദ്ധതിയിൽ അവർ മുന്നോട്ട് പോയിട്ട് അവർ എയിം ചെയ്ത് അങ്ങനെ ചെയ്യുകയാണ്. ലോകക്കാർക്ക് ബുദ്ധിയുണ്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ, ദൈവമക്കൾക്ക് അതിലധികം ബുദ്ധിയൊക്കെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് മൈതാന പ്രസംഗങ്ങളൊക്കെ നമ്മൾ എന്നേ നിർത്തി. അല്ല, നമ്മൾ പണ്ടും നമ്മളങ്ങനെ മൈതാന പ്രസംഗം നടത്താറില്ല. ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ കിടക്കണം. ഒരു ജനറേഷൻ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ എഴുന്നേൽക്കണം.
ചില കാര്യങ്ങൾ ഞാനിന്ന് പറയും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ തുടർന്ന് പറയും. അത് തുടർന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മളെത്ര ഈസി ഗോയിങ് ആണെന്നുള്ളത്. നമ്മുടെ ഈ പാട്ടും പ്രാർത്ഥന അന്യഭാഷയൊക്കെ കേട്ട് കോരിത്തരിക്കുക ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലോകമനുഷ്യരെ ഞാൻ കാണിച്ചു തരാം. ലോകമനുഷ്യരുടെ സമർപ്പണം, അവരുടെ ഇളകുന്ന രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ സമർപ്പണം കാണിച്ചു തരാം. അത് പെന്തിക്കോസ്തുകാർ കാണണം. കണ്ടിട്ട് സ്വയം ചിന്തിക്കണം. ഒരു കണ്ണാടി പിടിക്കുക എന്ന് വിചാരിച്ചോ, കണ്ണാടി പിടിച്ച് കാണിക്കാം. അപ്പോൾ നാം എത്രത്തോളം, നാം എവിടെ നിൽക്കുന്നു എന്നൊക്കെ അന്നേരം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താ, ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യാനായിട്ട് പ്രാപ്തമാകണം. അപ്പം ഞാനിത് കേട്ടിട്ട് നോട്ട് ചെയ്ത പോയിൻറ്റ്സ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഞാൻ ആദ്യമായിട്ട് കുറിച്ച് വെച്ചത്, നമ്മൾ ലേവ്യ പുസ്തകം തുറന്ന് 2-ാം അധ്യായത്തിൽ ഭോജനയാഗത്തെക്കുറിച്ച് കണ്ടു. ഭോജനയാഗത്തെക്കുറിച്ചൊരു പഠനത്തിലേക്ക് നമ്മൾ പോയില്ല. 2-ാം അധ്യായം ഭോജനയാഗത്തെക്കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കല്ല പോയത്. ഈ മേൽപ്പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കണം. ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയം നമുക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. അതൊരു ക്രിസ്ത്യാനി ഇങ്ങനെ ആയിരിക്കണം, അവരുടെ ശുശ്രൂഷകന്മാർ ഇങ്ങനെ ആയിരിക്കണം എന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഹോമയാഗം നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ഭോജനയാഗമാണ്. അത് കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഭോജനയാഗത്തിൻ്റെ വിശദീകരണം അല്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് നോക്കി 2-ാം അധ്യായത്തിൻ്റെ അവിടെ ആദ്യഫലം ഭോജനയാഗമായി അർപ്പിക്കുന്നുവെങ്കിൽ ചുട്ടെടുത്ത കതിര് ഉതിർത്ത മണിയായിട്ട് കൊണ്ടുവന്ന് എണ്ണയും കുന്തിരിക്കവും ചേർത്ത് സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം കൊയ്ത്തിൻ്റെ സമയത്ത് കൊയ്തെടുത്ത ആ കറ്റ, അല്ലെങ്കിൽ ഇവിടെ കറ്റ എന്നുള്ളതല്ല വരുന്നത് ആദ്യം എഴുതിയിരിക്കുന്നത്, അത് എന്തിൻ്റെ ആദ്യഫലം ആകാൻ കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് ഈ കോൺ അഥവാ ചോളം, അത് കണ്ടിട്ടില്ലേ ചോളം, നല്ല സ്വർണ്ണവർണ്ണ നിറത്തിലിരിക്കുന്ന ചോളം, അതങ്ങനെ കൊണ്ടുവന്നിട്ട് തീക്കകത്തൂടെ കടത്തിവിടും. സ്വർണ്ണവർണ്ണ നിറമായ അത് തീക്കകത്തൂടെ കടത്തിവിടുമ്പോൾ അതിനൊക്കെ വിശദീകരണം ഞാൻ മുൻ പ്രസംഗങ്ങളിൽ തന്നു കഴിഞ്ഞു, ഇനി വിശദീകരിക്കുകയല്ല. അതിൻ്റെ ആ ഒരു രൂപഗുണം മാറുന്നതും കോമളത്വം മാറുന്നതും ഒക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടതാണ്. ആ കാര്യത്തെക്കുറിച്ച് ഒരാളോ മറ്റാണ് പരാമർശിച്ചിട്ടുള്ളൂ. അതിനൊരു സീരിയസായി അങ്ങനെ അധികം പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടു ആ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നോട്ട് ചെയ്തിരിക്കുന്ന കാര്യം, നിങ്ങൾ ഒരാളോ മറ്റോ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും ഇന്ന് കിട്ടിയ കാര്യത്തിലാണ്, ഇന്നലെ വരെ കിട്ടിയിട്ടില്ല, ഇന്ന് കിട്ടിയ റിപ്പോർട്ടിലാണ് അത് ഞാൻ കണ്ടത്. ഞാനിത് നേരത്തെ കുറിച്ച് വെച്ചതാണ്. സമാഗമന കൂടാരവും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 സങ്കീർത്തനം 84 മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. സങ്കീർത്തനം 84 മുൻനിർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? എത്ര മനോഹരം എന്നാ പറഞ്ഞത്. അതേസമയം യെശയ്യാവ് 53 വരുമ്പോൾ നമ്മൾ എന്താ കണ്ടത്? രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ല. ആ വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഗൗരവമായി പരാമർശിച്ചില്ല? അത് സീരിയസ് ആയൊരു കാര്യമല്ലേ? അതിൻ്റെ പല ഘട്ടങ്ങളുണ്ടല്ലോ, ആ ഘട്ടങ്ങൾ പറയണം. അതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. 2, അത് ദൈവസഭയ്ക്ക് നിഴലാണ്. അതിൻ്റെ അടുത്ത പതിപ്പ് അല്ലെങ്കിൽ അടുത്ത പടി എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണല്ലോ സഭ. നാം ആണിന്ന് സഭ എന്ന് പറയുന്നത്. അത് നമ്മയും കൂടെ കാണിക്കുകയാണ്. അപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ ദൈവസഭയെ കാണിക്കുന്നു, പിന്നെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് വരുമ്പോൾ നമ്മളെ കാണിക്കുന്നു എന്ന് നമ്മൾ പറയും. അങ്ങനെയാണത് പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കൂടാരം പുറമെ നിന്ന് നോക്കിയാൽ ഒരു ഭംഗിയുമില്ല. അകലെ നിന്ന് നോക്കി കാണുന്നവർക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചതാണ്, അവർ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. യേശുക്രിസ്തുവിനെയും അകലെ നിന്ന് നോക്കി കണ്ടവരെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തച്ചൻ്റെ മകനെന്നും മറിയയുടെ മോനെന്നും പിന്നെ ബാക്കിയൊക്കെ പൂരിപ്പിച്ചു കൊള്ളുക. അതുപോലെ കർത്താവിൻ്റെ സഭ ആരംഭിച്ച സമയത്തും അവിടെയുള്ള യഹൂദന്മാരും മറ്റു റോമാക്കാരും ഒക്കെ പറഞ്ഞത് ഇതും കിറുക്കന്മാരുടെ ഒരു സംഘം എന്നുള്ള രീതിയിലാണ് അവരും കണ്ടത്. അതുപോലെ മലയാളക്കരയിൽ പെന്തിക്കോസ്റ്റ് മൂവ്മെൻറ്റ് ആരംഭിച്ച കാലത്തും ഇവിടെ ഉണ്ടായിരുന്ന സമുദായ ക്രിസ്ത്യാനികൾ നമ്മൾ പറയുമല്ലോ, അത്തരക്കാരും മറ്റ് അക്രൈസ്തവരും ഒക്കെ ആളുകൾ ഇതെല്ലാം കണ്ടിട്ട് ഇതെന്നാ കൂട്ടമാ, ഇതെന്താ ഈ കേൾക്കുന്നത്, ഇതെന്താ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് അവരൊക്കെ ചോദിച്ചത്. ആ ചോദ്യമൊക്കെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകലെ നിന്ന് കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ പലതരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ചിലർ പറഞ്ഞു ഇരമ്യാവ് ആണെന്ന്, ചിലർ പറഞ്ഞു ഏലിയാവ് ആണെന്ന്, ചിലർ പറഞ്ഞു മറ്റേ പ്രവാചകനാണെന്ന്, ചിലർ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ പലരും പലതുമാണ് പറയുന്നത്. പിന്നെ അന്നും ഇന്നും ഒക്കെ അങ്ങനെയാണ്.
ചിലരോട് ചോദിക്കും പറയും ഇത് ജോസഫിൻ്റെ മോനല്ലെന്ന് പറയും, ചിലരോട് ചോദിക്കും പറയും മറിയയുടെ മോനാന്ന് പറയും, ചിലരോട് ചോദിക്കും പറയും ഇത് കണ്ട മുക്കുവന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്നവൻ, സ്റ്റാൻഡേർഡ് ഇല്ലാത്തവൻ, ചുമ്മാ കച്ചറ കേസ്, അങ്ങനെയൊക്കെ ചിലർ പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഇന്നും വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പട്ടങ്ങൾ, കിരീടങ്ങളെന്ന് പറയുന്നത്. അന്നും ഇന്നും അങ്ങനെയാണ്. പത്രോസ് അത് അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലോകം തള്ളിയ കല്ലാണ് കർത്താവ് ഈശോ മിശിഹ, ലോകം തള്ളിയ കല്ല്. യോഹന്നാൻ അത് വേറെ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ അതേ വാചകം, ഈ ലോകം എന്നെ പകച്ചു, അത് നിങ്ങളെയും പകയ്ക്കും. ആ കാര്യങ്ങളൊക്കെ ഇന്നും തുടരുകയാണ്. അപ്പോൾ പകയ്ക്കാത്ത പെന്തിക്കോസ് ഇല്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായും ലോകം പകയ്ക്കാത്ത പെന്തിക്കോസ്തുണ്ട്, ലോകം തള്ളാത്ത പെന്തിക്കോസ്തുണ്ട്, ലോകത്തിൻ്റെ ചങ്ങാതികളുണ്ട്, ലോകവുമായിട്ട് ഇഴചേർന്ന് പോകുന്നവരുണ്ട്. അവരങ്ങനെ പോട്ടെ, നമ്മളിപ്പോൾ അത് പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. കർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പൗലോസ് പറയാണ്, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അത് ഏത് കാലത്താണ്? 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ലേ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ബ്രദർ എന്നായിരിക്കും മറുപടി. കാഹള എന്ന് ധ്വനിക്കുന്നോ അന്ന് വരെ ഭക്തിക്കൊത്ത് ജീവിക്കാൻ പ്ലാനുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ അത് ഏതെങ്കിലും കാലത്ത് എക്സ്ക്യൂസ് ഉണ്ടോ? ഒരു കാലത്തും എക്സ്ക്യൂസും ഇല്ല. അത് ഏതെങ്കിലും കാലത്ത് എക്സ്ക്യൂസ് ഉണ്ടോ? ഒരു കാലത്തും ഇല്ല. അപ്പോൾ മലയാളക്കരയിൽ അങ്ങനെ, മലയാളക്കരയൊന്നും അല്ലല്ലോ ലോകത്തിൻ്റെ തലസ്ഥാനം. മലയാളക്കരയിലുള്ള 10 പെന്തിക്കോസുകാരെ എടുത്ത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഉപദേശം സ്ഥാപിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പാസ്റ്റർമാരെല്ലാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, മാനിക്കും, ഇപ്പോൾ പൊക്കും താത്തും എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ പറയുന്ന നിങ്ങളുടെ ഉപദേശിയെ ഞാൻ ചലഞ്ച് ചെയ്യുക, വണ്ടിക്കൂലി കാശ് ഞാൻ തരാം. നമുക്ക് ഈ ടിബറ്റ് വഴി അങ്ങ് ബീജിങ്ങിലേക്ക് പോകാം. ബെയ്ജിങ് അല്ലെ പീക്കിംഗ് എന്നൊക്കെ വേണേൽ പറയാം. ബീജിങ്ങിൽ പോയിട്ടൊരു പ്രസംഗം പ്രസംഗിക്കാവോ ഉപദേശിക്ക്, കർത്താവ് അനുഗ്രഹിക്കും മാനിക്കും എന്നൊക്കെ പറഞ്ഞ്. അവിടെ നിന്ന് വേണം നമുക്ക് ഇച്ചിരിയും കൂടെ മുന്നോട്ട് പോകാം. വണ്ടിക്കൂലി കാശ് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം. വല്ലതും വിൽക്കാനും ഒന്നുമില്ല കാര്യമായിട്ട്. കടം മേടിച്ചിട്ട് കടവും മേടിക്കുന്നത് ശരിയല്ലോ. എങ്ങനെയെങ്കിലും വഴി ഒരുക്കും കർത്താവ്. നോർത്ത് കൊറിയ വരെ ഒന്ന് പോകാം. അവിടെ പോയി നിന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശിമാർക്കൊന്ന് പ്രസംഗിക്കാവോ ഈ പറഞ്ഞ കാര്യം? ആംബിയറുണ്ടോ പറയാനായിട്ട്? കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വരൂ എന്ന് കിമ്മിൻ്റെ അവിടെ പോയിട്ട് പുള്ളിയുടെ മൂക്കിന് കീഴെ പോയി നിന്നിട്ട് പറയാൻ പറ്റുമോ? കിമ്മിനെ ചലഞ്ച് ചെയ്യൊന്നും വേണ്ടെന്നേ, അവിടെ എവിടെയെങ്കിലും നിന്നിട്ട് ആളുകളോട് പറയാവോ? അതിനെ കർത്താവിന് കേരളത്തിലുള്ളവരെ മാത്രമാണ് അനുഗ്രഹിക്കാൻ അറിയാവുള്ളൂ. കിമ്മിൻ്റെ നാട്ടിലുള്ളവരെയൊന്നും കിമ്മോ ജിമ്മോ എന്നതാ ചങ്ങാതി, കിമ്മിൻ്റെ അവിടെയുള്ള ആൾക്കാരെ കർത്താവ് അനുഗ്രഹിക്കില്ലേ? അപ്പോൾ കർത്താവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലേക്കൊരു ഉപദേശം, പിന്നെ ജമ്മു കാശ്മീരിലേക്ക് വേറൊരു ഉപദേശം, പിന്നെ ടിബറ്റിൽ വേറൊരു ഉപദേശം, കിമ്മിൻ്റെ നാട്ടിൽ വേറൊരു ഉപദേശം, പിന്നെ അവിടെ സൽമാൻ ഖാൻ ഉണ്ടല്ലോ, അല്ലല്ലോ സൽമാൻ ബിൻ സൽമാൻ, അല്ലല്ലോ മുഹമ്മദ് ബിൻ സൽമാൻ, നമ്മുടെ സ്വന്തം സൽമാൻ സൗദിയിലുണ്ട്. അവിടെ പോയിട്ട് ഇതെല്ലാം പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്നാ പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല അവിടെ ഒന്നും. അപ്പോൾ ഇതെന്നെ പല സ്ഥലത്തും പല ഉദ്ദേശമാണോ? അങ്ങനെയല്ലെന്നേ. കർത്താവിൻ്റെ സഭയാം ശരീരം ഈ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈനയിലുള്ളതും സഭയാം ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. അവരവിടെ കഷ്ട സഹിക്കുകയാണ്. ചിലർ ജയിലിൽ കിടക്കുകയാണ്. ഈ പറഞ്ഞ നോർത്ത് കൊറിയയിൽ, അതുപോലെ പല ഇസ്ലാമിക് കൺട്രീസിൽ, അതുപോലെ തന്നെ അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പീഡനങ്ങളിലൂടെ സഭ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അന്നേരം പറയുക കേരളത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന്. അതെന്നാ ദൈവമാണ്? അങ്ങനെ ഒരു ഉപദേശമുണ്ടോ? ഉപദേശം എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെയല്ലേ? അല്ല ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ, കാശാണോ അനുഗ്രഹം? കൊല്ലം എത്രയായി പെന്തിക്കോസി വന്നിട്ട്? ഇപ്പോഴും ഈ 100ൻ്റെ നോട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അതാണോ അനുഗ്രഹം? സുഹൃത്തെ, അതൊക്കെ പഴയ നിയമത്തിൽ ആടുമാട് നാൽക്കാലികളെല്ലാം അനുഗ്രഹം എന്ന് കണ്ണ് തുറക്കാത്ത ആൾക്കാർ പറഞ്ഞതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ഒരേ ഒരു അനുഗ്രഹമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. രണ്ടാമത് വേറെല്ലാം അനുഗ്രഹമുണ്ടോ? ഈ ഭൂമിയിലുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ്, യൂസ് ആൻഡ് ത്രോകളാണ്. യൂസ് ആൻഡ് ത്രോയ്ക്കൊരു പേരിട്ടു പൗലോസ്, ചവറെന്നൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം, വിളിക്കണ്ട. ഒരു കാര്യം പറയാം, ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ പറഞ്ഞു, വെറും യൂസ് ആൻഡ് ത്രോകളാണ്. ഉപയോഗിക്കാം ഈ കാര്യങ്ങളൊക്കെ, കെട്ടിപ്പിടിക്കാൻ പാടില്ല. ഒന്നും കെട്ടിപ്പിടിക്കാൻ പാടില്ല. കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമാണ്. കെട്ടിപ്പിടിച്ചാൽ അത് നിന്നെയും വലിച്ചോണ്ട് പോകും. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുക, അത് അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. അതിലൊന്നും ഹൃദയം ഉടക്കരുത്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. പൗലോസ് തിമോത്തിയോസിനോട് അതാ പറഞ്ഞേ, എൻ്റെ മോനെ തിമോത്തിയോസ്, നീ സെൻട്രൽ പാസ്റ്റർ ആവണമെന്നൊന്നും പറഞ്ഞില്ല, എങ്ങനെയെങ്കിലും അടുത്ത തവണ ജനറൽ പ്രസിഡന്റ് ആവണമെന്നും പറഞ്ഞില്ല, നീ നിത്യജീവനെ മുറുകെ പിടിക്കാനാണ് പറഞ്ഞത്. ഇന്നൊരു ഉദ്ദേശി അങ്ങനെ തൻ്റെ കീഴിലുള്ള ഉദ്ദേശിമാരോട് പറഞ്ഞു കൊടുക്കുന്നില്ല, ഞാൻ ഏണി മേടിച്ചു കൊടുക്കുക, എങ്ങനെയെങ്കിലും കയറി വാന്നും പറഞ്ഞ്. അതായത് അവരുടെ മണിയടിക്കാർ സിൽബന്തികളാണെങ്കിൽ ഏണി മേടിച്ചു കൊടുക്കും കയറി വരാൻ, അല്ലാത്തതാണെങ്കിൽ ചവിട്ടും കൊടുക്കും, വേറെ വഴിക്ക് പൊക്കോളാൻ പറയും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്തതുകൊണ്ട്
നമ്മളതൊക്കെ ചകഞ്ഞ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, അതങ്ങനെ പോട്ടെ, ആ വഴിക്ക് പോട്ടെ. അത്തരക്കാരിത് കേട്ട് കഴിഞ്ഞാൽ അവർ തുടങ്ങിപ്പോവും, എൻ്റെ പൊന്നെ ഇവരൊക്കെ നമ്മുടെ കാര്യം മനസ്സിലാക്കുന്നുണ്ടോ എന്നവർക്ക് തോന്നൽ വരും. എല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഈ സമാഗമന കൂടാരം യേശു ക്രിസ്തുവിനെ ചേർത്ത് നിർത്തി നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തില്ലെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട കാര്യമല്ലേ? യെശയ്യാവ് 53 സങ്കീർത്തനം 84 ചേർത്ത് വെച്ച് പറയണ്ടായിരുന്നോ? അത് കാണിക്കണ്ടേ? നമുക്ക് കൊട്ടാരക്കരക്കാരനെയും അടൂരുകാരനെയും എല്ലാ പുള്ളികളെയും കാണിക്കണ്ടേ? എടാ മോനെ, നീ കിടന്ന് കൂവുന്നതൊന്നുമല്ല യഥാർത്ഥ ക്രിസ്തീയ സഭ. ആ സഭയുടെ നിഴലാണിത്. സമാഗമന കൂടാരെന്ന് പറയുന്നത് പുറമെ നോക്കിയാൽ ഒരു ഭംഗിയുമില്ല. അത് തന്നെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ളത്. അതാണ് ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ക്രൈസ്തവ സഭയെക്കുറിച്ചും പറയാനുള്ളത്. മലയാളക്കരയിൽ ആരംഭിച്ച ഒരു മൂവ്മെൻറ്റ്, ക്രിസ്തീയ സഭയിലെ ഒരു മൂവ്മെൻ്റാണ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അത് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമല്ല. ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഇങ്ങനെ ചതഞ്ഞെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദൈവവചനത്തിൻ്റെ വെളിപ്പാടോ ഒന്നുമില്ലാതെ ഇരുട്ടത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ചില കൈത്തിരികളുമായിട്ട് ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ മലയാളക്കരയിൽ അയച്ചത്. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, പെന്തക്കോസ്റ്റിൻ്റെ ഒരു ചലനം ആരംഭിച്ചത് കൊട്ടാരക്കര തൃക്കണമംഗലിൽ. ആ കൊട്ടാരക്കരയിൽ നിന്നൊക്കെയാണ് ഇന്ന് വേണ്ടാധീനങ്ങളൊക്കെ വരുന്നത്. അവിടെ പെന്തക്കോസ്റ്റിൻ്റെ ഒരു ജ്വലനം ആരംഭിച്ച സ്ഥലമാണ്. അതങ്ങനെ ജ്വലിച്ചു വരികയാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക്. അതങ്ങനെ തുവിയൂരിലേക്കും അടൂരിലേക്കും പിന്നെ എങ്ങനെയാ പൂവത്തൂരിലേക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഉണർവുകൾ വ്യാപരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കണം. അങ്ങനെ രംഗത്തേക്ക് വന്ന ആളുകളെ ഒന്നും ആരും അംഗീകരിച്ചിരുന്നില്ല. അത് അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. ഇന്നും നിങ്ങൾ സത്യവിശ്വാസത്തിന് വേണ്ടി നിന്ന് നോക്കിയേ, നിങ്ങൾ വചനം പ്രമാണിച്ച് നോക്കിയേ, നിങ്ങൾ ആ ഒരു ഞരക്കത്തിലേക്ക് വന്ന് നോക്കിയേ. റോമാലേഖനം 8 പറയുന്ന പോലെ വീണ്ടെടുപ്പുകാരൻ്റെ വരവിന് വേണ്ടി, വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശരീരത്തിൽ ആ ഞരക്കത്തിലേക്ക് വന്നേ. അപ്പോൾ സ്വന്തം ഭർത്താവോ സ്വന്തം ഭാര്യയോ മുട്ടുസൂചിക്ക് കുത്തും. ഇനി അതിന് വേറെ ആലപ്പുഴയ്ക്കൊന്നും പോണ്ട, സ്വന്തം ഭർത്താവ് തന്നെ മുട്ടുസൂചിക്ക് കുത്തും. നീ വലിയ അതിവിശുദ്ധിയാകാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചു കളയും. അത് തന്നെ തിരിച്ചും ചോദിക്കും, ഭാര്യ ഭർത്താവിനോടും ചോദിക്കും. അപ്പോൾ മക്കൾ ചോദിക്കും, അയൽവാസികൾ, ബന്ധുക്കൾ, വേണേ സഭയിലെ പാസ്റ്ററും ചോദിക്കും. പിന്നെ പാസ്റ്റർമാർ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന പുള്ളികളുണ്ട്. അപ്പോൾ ഇതൊരു സീരിയസ് വിഷയമാണ്. ആ പോയിന്റ് നിങ്ങൾ കൊണ്ടുവന്നില്ല. അത് നിങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലെ 2-ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ന്റെ 4-ാം വാക്യം മുതൽ നമ്മൾ ഒരു 3 കൂട്ടം കാര്യങ്ങൾ കാണുന്നുണ്ട്. ഭോജനയാഗം അർപ്പിക്കുന്ന കാര്യത്തിൽ അതിലെ ആദ്യത്തെ കാര്യം കാണുന്ന അടുപ്പത്ത് വെച്ച് ചുടുന്നതാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് പാനിലും ഫ്രൈ പാനിലും 2 കൂട്ടം കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വിശദീകരണത്തിലേക്ക് വന്നിരുന്നു. ഇവിടെ മലയാളം തർജ്ജമയിൽ വലിയ അപകടമുണ്ട്. അടുപ്പൊന്നുമല്ല, അടുപ്പത്ത് വെച്ച് ചുടുന്ന ദോശയും പടയൊന്നുമല്ല. അതൊക്കെ തർജ്ജമയിൽ അന്ന് വന്ന പോരായ്മയാണ്. പക്ഷേ തർജ്ജമ ചെയ്തവരെ മോശക്കാരായി ചിത്രീകരിക്കുന്നതല്ല. അന്നത്തെ കാലത്ത് കഴിയുന്ന കാര്യം അവർ ചെയ്തു. പക്ഷേ അതിൻ്റെ മൂലവാക്കുകളുമായിട്ട് ഒരു ബന്ധവുമില്ല, പുലബന്ധം പോലുമില്ല. കാരണം അവിടെ അൺലീവൻഡ് കേക്കും അൺലീവൻഡ് വാഫേഴ്സുമാണ്. പുളിപ്പില്ലാത്ത കേക്ക്, പുളിപ്പില്ലാത്ത അപ്പം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യം എങ്ങനെയാണ് ദോശയും പടയൊക്കെ ആകുന്നത്? ദോശയ്ക്കകത്ത് ഉഴുന്നൊക്കെ ഇട്ട് പുളിപ്പിച്ച് എടുത്താലാണ് ദോശയാവുള്ളൂ, അല്ലെങ്കിൽ അത് വേറെ വല്ല സാധനമായി പോവും. അപ്പോൾ അത് തർജ്ജമയിൽ വന്നൊരു വിഷയമാണ്, നമ്മൾ വിശദീകരിച്ചു. ഓവനാണ്. ഓവൻ എന്ന് പറയുമ്പോൾ തലയ്ക്കകത്തേക്ക് മൈക്രോവേവ് ഓവൻ കൊണ്ടുവരരുതെന്നും പറഞ്ഞായിരുന്നു. അത് പഴയകാലത്തെ ബോർമയാണ്. ആ ബോർമയെക്കുറിച്ചുള്ള വിശദീകരണം അന്നേരം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കാര്യമായി ആരും കോട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മളന്ന് കണ്ടത് എങ്ങനെയാണ്? ഈ ഓവനകത്ത് വെച്ച് ചുട്ടെടുക്കുന്ന കേക്ക് പുറത്തെടുത്ത് പിന്നത്തേതിൽ അത് ഭോജനയാഗമായി അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്ഥാപിക്കേണ്ട കാര്യം എന്താ? ഇങ്ങനെ ചുട്ടെടുക്കുന്ന കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് അത് കുത്തിക്കിഴിച്ചിട്ടാണ് യഹോവയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. പിയേഴ്സ് ദി കേക്ക്, കുത്തിക്കിഴിച്ച കേക്ക്. തീക്കകത്തിരുന്ന് വെന്ത് പുറത്തേക്ക് വന്ന സാധനമാണ്. അത് പിന്നെ കുത്തിക്കിഴിക്കുകയാണ്. അതിൻ്റെ രൂപഗുണം പോകുന്നു, കോമളത്വം പോകുന്നു. ഉടനെ യെശയ്യാവ് 53 കണക്ട് ചെയ്യണം. ഈ ഓവനകത്തിരുന്ന് വെന്ത് പുറത്തേക്ക് വന്ന കേക്ക് ആരാ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയല്ലേ അത് കാണിക്കുന്നത്. അവനെ കണ്ടാൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്ന വായനയില്ലേ? അകലെ നിന്ന് ഈ കേക്കിലേക്ക് നോക്കി എന്താ മനസ്സിലാകുന്നത്? അയ്യേ, ചുട്ടെടുത്തിട്ട് മൊത്തം കുത്തി കഴിച്ചു വെച്ചിരിക്കുക. മനോഹാരിതയൊന്നുമില്ല. പുറമെ നിന്ന് നോക്കിയാൽ യാതൊരു മനോഹാരിതയില്ല. അത് പറയാം. അത് കഴിഞ്ഞ് ഈ ഓവൻ്റെ അവിടെ
അതായത് ഈ ബോർമ എന്ന് നമ്മൾ പറഞ്ഞ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അല്പനേരം ധ്യാനിക്കണമായിരുന്നു. പാസ്റ്റർ ചോദിച്ചതല്ലേ, അവർ വന്ദേ ഭാരതിൻ്റെ സ്പീഡിലാണ് എഴുതാൻ പോയത്. ചിലരൊക്കെ വന്ദേ ഭാരതിൻ്റെ സ്പീഡിൽ, ചിലർ ചുമ്മാ ജയന്തി ജനതയുടെ സ്പീഡിലാണ് പോയത്. അങ്ങനെ വന്ദേ ഭാരതിൻ്റെ സ്പീഡിലൊന്നും എഴുതി ആദ്യമേ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കുകയൊന്നും വേണ്ട. ഇതന്നെ വല്ല ഓട്ടക്കളവും മത്സരമല്ലോ ആണോ? നിങ്ങളവിടെ നിന്ന് ധ്യാനിക്കണമെന്നേ. നിങ്ങൾക്ക് ഇന്ന് സാറ്റർഡേ വരെ സമയം ഉണ്ടായിരുന്നല്ലോ, ഇന്നോ ഇന്നലെയോ, അത് ഇന്ന് 6:45 സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ഇന്നോ ഇന്നലെയോ ഒക്കെ ആയിട്ട് അത് അയച്ചാൽ മതിയായിരുന്നല്ലോ. കുറച്ച് നേരം ഇരുന്ന് ചിന്തിക്കണം. അല്ല, സാധാരണ 10 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ 1 മണിക്കൂറും കൂടെ വിട്ടേക്കുക. ഇന്നൊരു ദിവസം 1 മണിക്കൂർ ഞാൻ ദൈവവചനത്തിന് മുമ്പാകെ എക്സ്ട്രാ, നമ്മൾ സാധാരണ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, 1 പാട്ടും 2 പാട്ടും 1 അധ്യായമൊക്കെ, അതല്ല, അതവിടെ നിൽക്കട്ടെ. ഒരു എക്സ്ട്രാ 1 hour ഒന്ന് സ്പെൻഡ് ചെയ്യാൻ മേലായിരുന്നു. ആ ഓവൻ്റെ ചുവട്ടിലൊന്ന് നിന്ന് ആ തീച്ചൂടൊക്കെ ഒന്ന് അടിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം നമ്മുടെ ഈ കൂട്ടത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെല്ലാം ഇങ്ങനെ വന്നിരുന്ന് കേൾക്കുമ്പോൾ അവിടെയൊക്കെ പലരുടെയും പേരൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവരെല്ലാം ഇങ്ങനെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ആളുകളാണെന്നൊന്നും ധരിക്കരുത്. വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഓവൻ്റെ അനുഭവത്തിലൂടെ. ഇവിടെ ഡയറക്റ്റ് ഈ കേൾക്കുന്നതല്ലാതെ പിന്നത്തേതിൽ നമ്മുടെ മെസ്സേജ് യൂട്യൂബിലൊക്കെ കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരുണ്ട്. അതിൽ ചിലരുടെയൊക്കെ ലൈഫ് എനിക്കറിയാം. അത് കുമ്പസാര രഹസ്യം പോലെ എൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരിക്കലും ഒരാളോടും പറയേണ്ട കാര്യമില്ല. അത് എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അവിശ്വസ്തരായ ഭർത്താക്കന്മാർ, അവിശ്വസ്തരായ ഭാര്യമാർ, അങ്ങനെ ഞെരങ്ങുന്നവരുണ്ട്. ഒരു കടന്നുപോയ സമയങ്ങൾ, വഴികൾ, നമുക്കിതൊക്കെ ചുമ്മാ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഓവൻ്റെ അനുഭവമല്ലേ അത്? ആരോട് പറയൂ ഇത്? സ്വന്തം വീട്ടിൽ പേരൻസിനോടോ സഹോദരങ്ങളോടോ പലരോടും പോലും പറയാൻ പറ്റാത്ത ജീവിതാനുഭവങ്ങൾ. അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, ഹൃദയത്തിൻ്റെ വിങ്ങൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എന്നോട് പങ്കുവെച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും വലിയ വിഷമം വരാറുണ്ട്. എൻ്റെ ദൈവമേ, പിന്നെ ഇത്രയേ ഉള്ളൂ. പാപലോകമാണിത്, പാപലോകം. ചിലരുടെ ഒന്നും പാർട്ട്നേഴ്സ് വിശ്വാസികളല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. എനിവേ, അതിലാരും ആകട്ടെ, സഹോദരിയോ സഹോദരനോ ആരും ആകട്ടെ, ഒരാൾ ദൈവഭാഗത്ത് നിൽക്കുകയല്ലേ. അവരുടെ ജീവിതാനുഭവം എന്ന് പറയുമ്പോൾ അവർ സഭയാൻ ശരീരത്തിൻ്റെ ഭാഗമല്ലേ. അവരുടെ ഒരു നൊമ്പരം പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പിടഞ്ഞു പോകില്ലേ? ശരീരത്തിലെ ഒരു അവയവത്തിനല്ലേ വേദന വന്നിരിക്കുന്നത്. തീയുടെ അനുഭവത്തിലൂടെ പോവുക. അവിടെ പാസ്റ്ററും കീസ്റ്ററും ഒന്നുമില്ല, സഹോദരങ്ങളാണ്. അവരാ കടന്നു പോകുന്ന ആ കനലിൻ്റെ അനുഭവങ്ങൾ, തീക്കനലല്ലേ ഇതിനകത്തേക്ക്, തീക്കനലിൻ്റെ അനുഭവമല്ലേ ഓവനി കാണിക്കുന്നത്. അവരാ കനലിൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അതിന് നമ്മൾ മുന്നമേ 2 പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞതുപോലെ ആ 2 കാര്യങ്ങളും ഓർത്ത് ഞാൻ തന്നെത്താൻ ബലപ്പെടുത്തിയിട്ടുണ്ട്, ധൈര്യപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ദാവീദിനെ കണ്ടിട്ടുണ്ട്. ദാവീദ് ജീവിതത്തിലെ ഒരു ഭയങ്കര ഭയാനകമായ ഒരു അനുഭവത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. അവർ പോലും തന്നെ നേരെ കൈ ചൂണ്ടി എതിർത്ത് നിന്നൊരു നിമിഷം, താൻ തനിച്ചായി പോകുന്നൊരു നിമിഷമുണ്ട്. അവിടെ എഴുതിയിരിക്കുക, ആ സമയത്ത് ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തിയെന്ന്. അതൊക്കെ വായിക്കുമ്പോൾ ദാവീദ് തന്നെത്താൻ ബലപ്പെടുത്തി. ഉപവാസ പ്രാർത്ഥനയൊന്നും പ്രഖ്യാപിച്ചില്ല. പിന്നെ തൃശ്ശൂരുള്ള പ്രവാചകനെ വിളിച്ചില്ല, കൊല്ലങ്കോടുള്ള പ്രവാചകനെ വിളിച്ചില്ല, കൊയിലാണ്ടിയിലുള്ള പ്രവാചകനെ വിളിച്ചില്ല. ആരുമില്ലെന്നേ, വിളിക്കാനൊന്നും ആരുമില്ല. ആരോട് പറയാനാ ഇതൊക്കെ? ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെടുത്തി. തൃശ്ശൂരുകാരൻ ആമയും പറയുക, സ്തോത്രം. അപ്പോൾ ദാവീദ് തന്നെത്താൻ ധൈര്യപ്പെടുത്തി. പിന്നീട് നമ്മൾ കണ്ടത് ദീർഘമായ ഒരു പഠനം വരുന്നൊരു വിഷയമാണ് ഏലിയാവ്. ദീർഘമായ പഠനം വരുന്നതാണ്. നമ്മളത് തൊട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഏലിയാവിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യോർദാൻ്റെ അങ്ങേക്കരയാണ്, ഗിലയാദുകാരനാണ്, ഗിലയാദിലെ തിഷ്ബിയാണ്. 2 ഗോത്രക്കാർക്ക് ലഭിക്കപ്പെട്ട സ്ഥലമാണത്. കാലങ്ങൾ മുൻപോട്ട് പോയി. ഏലിയാവിൻ്റെ കാലം വന്നപ്പോഴത്തേക്കും ഭരിക്കുന്ന രാജാവെന്ന് പറയുന്നത് ആഹാബാണ്. ആഹാബിൻ്റെ അപ്പൻ്റെ പേര് ഒമ്രിയാണ്. ഒമ്രിയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒമ്രിയുടെ ഭരണകാലത്താണ് ഏലിയാവ് വളർന്നു വരുന്നത്.
അത് കഴിഞ്ഞ് ഒമ്രിക്ക് ശേഷം അവൻ്റെ മകനായ ആഹാബ് സംബന്ധം കൂടിയത് അവിടെ പോയ സോർ സീദോനിൽ പോയി. അപ്പോൾ ആ സമയത്ത് ജനമെല്ലാം വഷളത്വം പ്രവർത്തിക്കുകയാണ്. ജനമെല്ലാം ന്യായപ്രമാണത്തിൽ നിന്ന് അകന്നുപോയി. യഹോവയായ ദൈവം ആരാന്ന് വേണേൽ ചോദിക്കും. യഹോവയായ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചീത്ത വിളിക്കും. അങ്ങനത്തെ ഒരു കാലം വന്നു. അത് ഈ മെയിൻലാൻഡിൽ മാത്രമല്ല, മെയിൻലാൻഡിൽ അങ്ങനെയാണ്. പിന്നെ ഈ 2.5 ഗോത്രക്കാർ ദൈവാലയവും അഭിഷിക്തന്മാരും ഒക്കെ ആയിട്ട് വളരെ ദൂരത്തിലാണ് അവർ. യാഗവീട് ഇരിക്കുന്നത് എവിടെ? യെരുശലേമിലല്ലേ? വളരെ ദൂരത്തിലാണ് അവർ ആ ഗിലെയാദിലെയും ചുറ്റുപാടും ഒക്കെയുള്ള കാര്യങ്ങളുമായിട്ട് നാളെ ഓണമാണ്, ഗിലെയാദിലെ ഓണം. നമുക്കിച്ചിരി സമയമില്ല, ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല കേട്ടോ, ഒന്നും കയറുന്നില്ല. ഗിലെയാദിലെ ഓണസദ്യ കൂടാൻ അവിടുത്തെ ജനറൽ പാസ്റ്റർ പോവുക. അപ്പം ഏലിയാവ് ഉമ്മറത്ത് നിന്നിട്ട് നോക്കുക, എൻ്റെ കർത്താവേ എന്താ ഇത്, സെൻട്രൽ പാസ്റ്റർ അതിന് പോകുന്നു. അപ്പോൾ നോക്കുമ്പോൾ മറ്റേ അസിസ്റ്റൻറ്റ് പാസ്റ്റർ ഇഫ്താർ വിരുന്നിന്, വി.ഡി. സതീശൻ്റെ ഇഫ്താർ വിരുന്നിന് പോവുക. അസിസ്റ്റൻറ്റ് പാസ്റ്റർ ഏലിയാവ് അത് കണ്ടിട്ട് ഞെട്ടിപ്പോവുക. ഏലിയാവ് ഇത് കണ്ട് മടുത്തു. അങ്ങനെ ഏലിയാവ് ദൈവസന്നദ്ധയിൽ നിരന്തരം ആവർത്തന പുസ്തകമൊക്കെ തുറന്നു വെച്ചിട്ടാണ് ഇരുന്ന് കരയുന്നതും പ്രാർത്ഥിക്കുന്നത്. ആ കാര്യം യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അദ്ദേഹം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവസന്നദ്ധയിൽ. നിന്റെ പ്രമാണം വിട്ട് നടക്കുന്നവർക്ക് മഞ്ഞും മഴയും കൊടുക്കില്ലെന്ന് പറഞ്ഞ ദൈവമേ എന്ന് പറഞ്ഞങ്ങ് പ്രാർത്ഥന തുടങ്ങി. ആട്ടെ, അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോവല്ല. ഏലിയാവ് തന്നെത്താൻ ബലപ്പെടുത്തി. ഏകനായി നിന്ന് യഹോവയായ ദൈവത്തിന് വേണ്ടി പടപൊരുതി. ഒരാളും ഇല്ലെന്നേ. അവിടെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് തരാമോ പാസ്റ്റർ? ഏലിയാവ് ആരോടാ ചോദിക്കുന്നത് സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക്? ഏലിയാവിൻ്റെ കൂടെ തുണ പോരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക്? തന്നെയാ വന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? ഓവൻ്റെ അനുഭവങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നമ്മളിൽ ആരൊക്കെ ഇനി കടന്നു പോകുന്ന ആർക്കറിയാമെന്നേ. ഓവൻ്റെ അനുഭവങ്ങൾ എന്താ വിളിച്ചു പറയുന്നത്? സഹായത്തിന് ആരുമില്ല. മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? മരുഭൂമി എന്ന് പറയുമ്പോൾ അന്തമില്ല. മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും ഒന്നും കാണാനില്ല. കടലിലേക്ക് നോക്കുന്ന പോലെയാണ്. നോക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ ആകാശം വന്ന് നിൽക്കും. അതുപോലെ തന്നെയാണ് മരുഭൂമിയും മണലാരണ്യം അല്ലേ? 4 സൈഡും അങ്ങനെ നിൽക്കുക, ആരുമില്ല. അത് കാണിക്കുന്നത് എന്താ? സഹായത്തിന് ആരുമില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകും. ഓവൻ്റെ അനുഭവങ്ങൾ. ആട്ടെ, അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം വിടാം. അവിടെ എന്താ അടുത്ത് പറയാനുള്ളത്? അതെ, ഇതിനോട് ചേർത്ത് പറയാനുള്ള കാര്യം എന്താ? ഓവൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിലും ഇങ്ങനെ പുറത്തെടുത്തിയ ആ കേക്ക്, കുത്തിക്കിഴിച്ച കേക്ക്, പുറമെ നിന്ന് നോക്കിയാൽ ഭംഗിയില്ല, രൂപഗുണമൊന്നും ഇല്ലെങ്കിലും അത് ടേസ്റ്റിയാണ് അല്ലേ? നാം അനുഭവിക്കുകയല്ലേ സഹോദരങ്ങളെ? കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ അനുഭവിക്കുക. പിതാവായ ദൈവം നമുക്ക് വേണ്ടി ബേക്ക് ചെയ്ത് തന്ന എത്ര മഹത്തരമായ വെളിപ്പാടുകളാണ്. നമ്മുടെ ചുറ്റും വേറെ പല ലോകകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ക്രൂശിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ പറയുന്ന മണ്ടന്മാരാന്ന് പറയുന്നവൻ എന്തും പറയട്ടെ, നീ നിൻ്റെ പണിക്ക് പോകുമെന്ന് പറയും. നമ്മളെ സംബന്ധിച്ച കണ്ണ് നമ്മളൊരു ഇഞ്ച് പറിക്കില്ല. ആ ക്രൂശിൽ നിന്ന് കണ്ണ് പറിക്കാൻ പാടില്ല അല്ലേ? ആ ബലിപീഠത്തിലേക്ക് നോക്കിയേ, ഉയരത്തിലെ അഗ്നിയാൽ കത്തിയ ബലിപീഠം, ദൈവകോപാഗ്നി അവിടെ വീണതാണ്. സൂക്ഷിച്ച് നോക്കിക്കേ. നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ കൊടുത്ത വിലയും അതിൻ്റെ ആഴങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയേ. എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. അപ്പോൾ ഈ തീച്ചൂടിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മുടെ കർത്താവിൻ്റെ ജീവിതാനുഭവം, അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആളുകൾ എന്താ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ശാസ്ത്രിമാരും ഞങ്ങളുടെ മറ്റവരൊന്നും പറയുന്ന പോലെ അല്ലല്ലോ എന്നാ പറഞ്ഞത്. അവൻ്റെ വാക്കുകൾ ആധികാരികതയുള്ള വാക്കുകളായിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജനം ഏറ്റെടുക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ തീയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മറ്റനേകർക്ക് ഭോജ്യമായി തീരും, ടേസ്റ്റിയായി തീരും. അപ്പം ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഈ തീയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുന്ന സത്യക്രിസ്ത്യാനിയുടെ ജീവിതം മറ്റനേകർക്ക് ആശ്വാസമായും ടേസ്റ്റായും തീരുമെന്നുള്ളതാണ്. അപ്പോൾ തീയുടെ അനുഭവങ്ങൾ അനുവദിക്കുന്നത് നമ്മെ തകർത്ത് കളയാനല്ല, പുകച്ച് കളയാനല്ല. എന്തിനാ? ടേസ്റ്റായി തീരണം, മറ്റുള്ളവർക്ക് ടേസ്റ്റായി തീരണം.
ഈ ലേവ്യപുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് ഭോജനയാഗത്തോടുള്ള ബന്ധത്തിൽ പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ആ കവരവിളക്ക്, മെനോറ അഥവാ ലാംപ് സ്റ്റാൻഡ്, അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ അങ്ങനെ അധികം പേര് നോട്ട് ചെയ്യാത്തൊരു കാര്യമാണ് കത്തി നിൽക്കുന്ന തിരിക്ക് എന്ത് രൂപഗുണം. അതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കത്തി ജ്വലിച്ചു നിൽക്കുന്ന ആ തിരിക്ക് എന്തെങ്കിലും രൂപഗുണമുണ്ടോ? ഉടനെ യെശയ്യാവ് 53 ബ്രാക്കറ്റിലിടാം. അവിടെ കത്തി നിൽക്കുന്ന ആ തിരിക്ക് ഒരു രൂപഗുണമില്ല. ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് വിശദമായി എഴുതി വിട്ടിട്ടുണ്ട് എല്ലാവരും. വിളക്ക് ഇന്നത് പോലെയാണ്, എണ്ണ ഇന്നതിനെ കാണിക്കുന്നു, തിരി ഇന്നതിനെ കാണിക്കുന്നു, അതിങ്ങനെ മുങ്ങിക്കിടക്കണം, കത്തണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ഈ ഒരൊറ്റ സെൻറ്റൻസാണ് ഞാൻ പറയുന്നത്. ആ തിരിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതണമായിരുന്നു, ആ തിരിക്ക് എന്ത് രൂപഗുണം? തിരി നമ്മയല്ലേ കാണിക്കുന്നത്, തിരിക്ക് വല്ല രൂപഗുണമുണ്ടോ? കത്തി നിൽക്കുകയാണ്. തിരിക്ക് പ്രത്യേകിച്ച് രൂപഗുണമൊന്നുമില്ല അല്ലേ? ലോകത്തിന് വെളിച്ചം പകരുകയാണ്. അന്ധകാരത്തിൽ കിടക്കുന്ന, ആത്മീയ അന്ധതയിൽ കിടക്കുന്ന ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിന് വെളിച്ചം പകരുന്ന അവൻ്റെ വിശുദ്ധന്മാർ. അത് സങ്കീർത്തനങ്ങൾ 133, 34, 132 ഇത് 3 കൂടെ ചേർത്ത് വെച്ചും കൂടെ പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ മുന്നമേ പറഞ്ഞിട്ടുണ്ടല്ലോ. മുന്നമേ പറഞ്ഞത് കേട്ടിട്ടുള്ളവരല്ലേ ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒന്നും പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. മുന്നമേ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരവും. അത് എവിടെയെന്ന 132 സങ്കീർത്തനത്തിൽ പറയുന്നത് സിയോനിൽ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? രാത്രികാലങ്ങളിൽ അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അവൻ്റെ വിശുദ്ധന്മാരെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്ന വിശുദ്ധന്മാരെക്കുറിച്ച് 34 വരുമ്പോൾ കാണുന്നില്ലേ? ഇതെല്ലാം ചേർത്ത് വെച്ച് പഠിക്കണം. രാത്രി, അപ്പോൾ റോമാലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരണം. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. രാത്രി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി അന്നാണ് രാത്രി ആരംഭിച്ചത്. മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി അന്ന് രാത്രി ആരംഭിച്ചു. ആ രാത്രി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, രാത്രി തുടരുകയാണ്. ഇനി അർദ്ധരാത്രിയിലേക്ക് കടക്കും. അർദ്ധരാത്രിയിലേക്ക്, അതായത് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് ഈ ഭൂമി അർദ്ധരാത്രിയിലേക്ക് പ്രവേശിക്കും. രാത്രിയിൽ നിന്ന് ഇത്തിരിയും കൂടെ കട്ടിയായി ഇരുട്ടെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അർദ്ധരാത്രിയിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ പ്രഭാതമുണ്ട്. അതിൻ്റെ പ്രഭാതത്തിൽ നീതിസൂര്യൻ വെളിപ്പെടും. ഇപ്പം ഈ രാത്രിയുടെ ഇടയ്ക്ക് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഉദയസൂര്യൻ വെളിപ്പെടും കേട്ടോ. ഉദയസൂര്യൻ വെളിപ്പെടും. പിന്നത്തേതിലൊരു 7 വർഷം കഴിഞ്ഞ് നീതിസൂര്യൻ വെളിപ്പെടും. അതൊക്കെ വേറെ വിഷയങ്ങളാണ്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ തിരിയെക്കുറിച്ച് നോക്കണം. നമ്മുടെ പ്രധാന ചിന്ത എന്താണ്? എന്തുകൊണ്ടിങ്ങനെ പ്രസംഗിച്ചു? എന്തുകൊണ്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞു? നമ്മുടെ ശരീരം സമർപ്പിതമായിരിക്കണം. ശരീരം മാത്രമാണോ? ജീവിതം മുഴുവൻ സമർപ്പിക്കണ്ടേ? ശരീരം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഏത് വാക്യമാണ്? റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. അത് ചിലരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1-2 പേര്. പക്ഷേ ആ 12-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം മുന്നമേ വിശദീകരിച്ചിരിക്കുന്ന കാര്യമാണ്, ചേർത്ത് പറയാവുന്ന കാര്യമാണത്. അതായത് റോമലേഖനം 12-ാം അധ്യായത്തിൽ ശരീരത്തിൻ്റെ സമർപ്പണം മാത്രമാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് പറയുന്നൊരു അധ്യായമാണത്. 12-ന്റെ 1-2 വരുമ്പോൾ ശരീരത്തിൻ്റെ സമർപ്പണത്തെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ദേഹിയുടെ സമർപ്പണത്തെക്കുറിച്ച് കാണുന്നു. പിന്നെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിൻ്റെ സമർപ്പണം കാണുന്നു. അങ്ങനെ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പഠിക്കണം. വിശദമാക്കുമ്പോൾ കാര്യം മനസ്സിലാകും. ദേഹം, ദേഹി, ആത്മാവ് 3-ൻ്റെയും സമ്പൂർണമായൊരു സമർപ്പണമാണ് ആ 12-ാം അധ്യായം കാണിക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവിൻ്റെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ചാണ് 12-ാം അധ്യായത്തിൻ്റെ ധ്യാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം. അങ്ങനെയാണ് ലഭിക്കേണ്ടത്. അപ്പം കത്തി നിൽക്കുന്ന ആ തിരിയോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം ചേർത്ത് ചിന്തിക്കാം. അങ്ങനെ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും ഇങ്ങനെ എഴുതി താഴേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട് ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത്, സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കുമായി ബന്ധപ്പെട്ട ഇനി പറയുന്നതൊക്കെ. ആ വിളക്കിലേക്ക് നോക്കുമ്പോൾ വിളക്കിൽ മരത്തിൻ്റെ അംശം ഒട്ടുമില്ല. ബാക്കിയുള്ള എല്ലാ ഉപകരണത്തിലും മരത്തിൻ്റെ അംശമുണ്ട്. വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കിൽ മാത്രം മരത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. അതുപോലെ തന്നെ പ്രാകാരത്തിലിരിക്കുന്ന താമ്രത്തൊട്ടി അഥവാ പിച്ചളത്തൊട്ടി, അതിനകത്ത് മരത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. അപ്പോൾ അത് രണ്ടും ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ അങ്ങനെ
കഴിഞ്ഞ ആഴ്ചയൊന്നും പറഞ്ഞതല്ല ഞാൻ പറയുന്നത്, അത് മുന്നമേയുള്ള ഈ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സൺഡേയിലുള്ള ന്യൂസിലാൻഡ് മീറ്റിങ്ങിനകത്ത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപറ്റം ആൾക്കാർ. അപ്പോൾ അത്തരക്കാർക്ക് ഞാൻ ഈ അസൈൻമെൻറ്റ് കൊടുത്തായിരുന്നല്ലോ. അവരിതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ വെച്ച് പറയണമായിരുന്നു. ബാക്കിയുള്ളവർ ഇതൊക്കെ പറഞ്ഞ് അന്തം വിട്ടു പോവും. അവരെ സംബന്ധിച്ച് അവർക്ക് പറയാമല്ലോ. പിച്ചളത്തൊട്ടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ മരത്തിൻ്റെ ഒരംശം പോലുമില്ല. എന്നാൽ തൊട്ട് മുമ്പിലിരിക്കുന്ന യാഗപീഠത്തിലേക്ക് നോക്കിയാൽ അതിൽ മരമുണ്ട്. അതിനകത്താണ് താമരം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ മേശയുണ്ട്, ധൂപപീഠമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അതിലൊക്കെ മരത്തിൻ്റെ പണിയുണ്ട്, തനി തങ്കത്തിൻ്റെ പണിയുണ്ട്. അവിടെ ദൈവത്വവും മനുഷ്യത്വവും ഒക്കെ വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ വിളക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം അന്ന് ഞാൻ വിശദീകരിച്ചാണ്, നിങ്ങളത് ഓർക്കാതെ പോയൊരു കാര്യമാണ്. അതായത് അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് നിന്ന് തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് വേണ്ടി പ്രകാശം പരത്തുകയാണ്. ശേഷം മരത്തിൻ്റെ അംശം കാണുന്നില്ല. അതായത് വിശുദ്ധന്മാർ, നമ്മിലെല്ലാം മരത്തിൻ്റെ അംശമുണ്ട്. നാം മനുഷ്യന്മാരാണ്, മനുഷ്യത്വമുള്ളവരല്ലേ, നമ്മൾ മനുഷ്യരാണ്. എന്നാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ മനുഷ്യത്വം ഉണ്ടെന്നുള്ളത് മാറുന്നില്ല. പക്ഷേ നമ്മിൽ ജഡമുണ്ട്, ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ നമ്മിലുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ജഡത്തെയെല്ലാം ജയിച്ച് ഓവർകമേഴ്സ് എന്നുള്ള നിലയിൽ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് പെട്ടിക്കകത്തേക്ക് നടന്നു കയറണം. അല്ലാതെ ചുമ്മാ കണ്ട പാത്രന്മാരെല്ലാം നിന്ന് തട്ടിവിടും. നല്ല പുറപരുതി ഓട്ടം തികച്ചു, ഭയങ്കരമാണ്, കാകളൊപ്പം തൊനിക്കും എന്നൊക്കെ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല കേട്ടോ. പള്ളിയിലച്ചന്മാർ അനിത ചൊല്ലി കയറ്റി വിടുമെന്ന് പറയുന്ന പോലെ ഇരിക്കും. അല്ലെങ്കിൽ അവർ ഒപ്പീസി ചൊല്ലി കയറ്റി വിടുക എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ അങ്ങനെ ആരും പറയുന്നില്ലേ പോലും. ഇവിടെ ആഘോഷപരമായൊരു ശവാടൊക്കെ കിട്ടുമല്ലോ. അതിലൊന്നും വലിയ കഥയില്ലെന്നേ. നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുകയും ജയാളികളായി തീരുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ ശവാടക്കിലൊന്നും കഥയില്ല. ശവാടക്ക് കഥയുണ്ട് കേട്ടോ, കൊണ്ടുപോയി അടക്കിയില്ലെങ്കിൽ നാറ്റം വയ്ക്കും. അതായത് നമ്മൾ ഈ പറയപ്പെടുന്ന ശവാടക്കം ഉണ്ടല്ലോ, അതിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ഇവരാരും വന്നില്ലേലും ആരെങ്കിലും കൊണ്ടുപോയി അടക്കിയാലും മതി. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചവനാണ്, പ്രകാശം പരത്തിയവനാണ്. ഞാൻ 3-4 കൂട്ടം കാര്യം വേറെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം കത്തും. അങ്ങനെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ 250 പാസ്റ്റർമാരും വന്നു, 500 വിശ്വാസികളും വന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ മാർബിളിൻ്റെ അടപ്പ എടുത്തു വെച്ച് അടച്ചത്, മാർബിളിൻ്റെ അടപ്പോ എൻ്റെ ബന്ധുക്കോസുകാരാ കട്ടമുണ്ട്. മാർബിളിൻ്റെ അടപ്പൊന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അടപ്പ് എവിടെയെങ്കിലും ഇരിക്കട്ടെ, അടപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അടപ്പ് വേണം തന്നെ നിർബന്ധം. അടപ്പില്ലെങ്കിൽ കുഴപ്പമാണ്, നാറ്റം വയ്ക്കും. അല്ല പട്ടിയും കയറി ഇറങ്ങി പിടിച്ചോണ്ട് പോരും. അത് വേണ്ട, എന്തെങ്കിലും വെച്ച് അടച്ചോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കാര്യം അതൊന്നും അല്ലെന്നേ. അടപ്പിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. അടുത്തത് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നതിനോട് ചേർത്ത് അങ്ങ് പറഞ്ഞേക്കാം. അതായത് ഈ വിളക്ക് അടിപ്പ് പണിയായിട്ടാണ് പണിതത്. ബീച്ചൺ വർക്കാണ്, അടിപ്പ് പണിയാണ്. 1 താലന്ത് തങ്കത്തിൽ അടിപ്പ് പണിയായാണ് പണിതിരിക്കുന്നത്. ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യമുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ കാര്യം സമർപ്പണമാണ്. സമർപ്പണം ഉണ്ടെങ്കിലേ ചുറ്റിക വീഴുകയുള്ളൂ. സമർപ്പണമില്ലാത്തവരെ ഒന്നും അടിച്ച് വിളക്കാക്കാനൊന്നും പോകുന്നില്ല. വിളക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ കാണിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, സഭയെ കാണിക്കുന്നു, പിന്നെ പറയുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കാണിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിയായി തീരേണ്ടതുണ്ട്, വിളക്കായി തീരേണ്ടതുണ്ട്. അങ്ങനെ പല ആംഗിളിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയും. ഒരു കാര്യം തന്നെ പറയും, നമ്മൾ പണിയപ്പെടേണ്ട ആളുകളാണ്. അങ്ങനെ ആ പണികൾ പൂർത്തീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് ജഡസ്വഭാവങ്ങളൊക്കെ മാറുന്നത്. ചുറ്റിക ആഞ്ഞാഞ്ഞു പതിക്കും. അങ്ങനെ പതിക്കുമ്പോഴാണ് ജഡസ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിമോചനം ലഭിക്കുന്നത്. അല്ലാതെ എപ്പോഴും നമ്മളെ തലോടിക്കൊണ്ടിരുന്നാൽ ആ ജഡസ്വഭാവത്തിൽ നിന്നും, ആദാമ്യ പ്രകൃതിയിൽ നിന്നും, കാർണൽ നേച്ചേഴ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല. പുറത്തേക്ക് വരണമെങ്കിൽ ചുറ്റികയുടെ പ്രഹരങ്ങൾ വേണം. മനോഹരമായൊരു വിളക്കായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ആ ഒരു കാര്യം വിളക്കിനെ കുറിച്ചൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് വന്നിട്ടില്ല. ഇപ്പം ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ, അതിൻ്റെ ഒരു വിശദാംശമല്ല പറയുന്നത്. ഇങ്ങനെ അടിപ്പ് പണിയായി പണിതെടുക്കുന്ന വിളക്കിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്നൊരു കാര്യം അവിടെ ഒരു വെളിപ്പാട് കത്തില്ലേ? എന്താ അത്? ഇങ്ങനെ ചുറ്റിക വീണോണ്ടിരിക്കുമ്പോൾ മുടി നട്ടു വളർത്താൻ സമയം കിട്ടുമോ? എന്താ നിങ്ങളീ പറയുന്നത്? ഇങ്ങനെ ചുറ്റികയുടെ പ്രഹരങ്ങളൊക്കെ ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ
ഇച്ചിരി മുടി കുറവുണ്ട് സജി പാസ്റ്റിൻ്റെ ഈ 2 സൈഡിലും, നടുക്ക് ഒരു തുരുത്ത് പോലെ ഏതാണ്ട് ഇച്ചിരി ഇരിപ്പുണ്ട്. അത് ശരിയാവില്ല. നമുക്ക് ഈ മൊത്തത്തിൽ നമ്മുടെ അമേരിക്കൻ സഹോദരങ്ങൾ, യൂറോപ്യൻ സഹോദരന്മാരെല്ലാം വിചാരിച്ചാൽ സജി പാസ്റ്റിന് ഒരു 5-6 മുടി വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ അത്? സജി പാസ്റ്റിന് ഇപ്പോൾ ഉള്ള മുടി പോരെ, ഇനി അവിടെ എവിടെ നട്ട് പിടിപ്പിക്കണോ? ഈ ചുറ്റിക വീണുകൊണ്ടിരിക്കുകയല്ലേ. ചുറ്റികയുടെ പ്രഹരങ്ങൾ ഏൽക്കുമ്പോൾ അവിടെ മുടി വെച്ച് പിടിപ്പിക്കാൻ എങ്ങനെ പറ്റും? അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഏതും വേണേ കൂട്ടിക്കോ, കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ, ഇതൊക്കെ കർത്താവ് അറിയാതെ മുടി വീഴില്ലെന്ന്. ഇവിടെ കർത്താവ് അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നു ഉപദേശി. കർത്താവ് അറിഞ്ഞിട്ടും കർത്താവ് പറഞ്ഞിട്ടും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് കൊട്ടാരക്കര ഉപദേശി പറയുന്നത്. പരിശുദ്ധാത്മാവാണോ പറഞ്ഞത്, എൻ്റെ മോനെ നിൻ്റെ ശുശ്രൂഷ ശോഭിക്കാനായിട്ട് നിൻ്റെ തലേന്ന് നീ കൊഴിഞ്ഞുപോയ മുടി സാത്താൻ കളഞ്ഞതാ, ഞാനായിട്ട് നിനക്ക് നല്ല മുടിയൊക്കെ ആയിട്ട് നിന്നെ സൃഷ്ടിച്ച് വെച്ചതാ, സുന്ദരനായിരുന്നു, അപ്പം ആ മുടിയൊക്കെ കൊഴിഞ്ഞു പോയില്ലോ, അവിടെ നീ കുറച്ച് മുടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ വെച്ച് പിടിപ്പിക്കുന്നതാണോ? അപ്പോൾ ദൈവം അറിയാതെയായി ചെയ്യുന്നതൊക്കെ. ദൈവമൊന്നും അറിയുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം, അതിൻ്റെ വേറൊരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ദൈവം അറിയാതെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് അവർക്ക് ഏതായാലും മനസ്സിലാകില്ല, നിങ്ങൾക്കെങ്കിലും മനസ്സിലാകണം. അവർക്കൊക്കെ മനസ്സിലാകണമെങ്കിൽ കാക്ക മലന്ന് പറക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കേൾക്കുന്ന സാധുക്കളായ ഒത്തിരി സഹോദരങ്ങളുണ്ട്, അവർ മനസ്സിലാക്കട്ടെ. കാഹളം ധ്വനിക്കുന്നവരെ കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിലുണ്ടല്ലോ. അപ്പോൾ ഈ വചനങ്ങളൊക്കെ പിന്നെയും അനേകരെ ധൈര്യപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ ആ സമർപ്പണാനുഭവത്തിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ ഈ എഴുതിയ 2 പോയിന്റ് ചേർത്ത് പറയുക. ഒന്ന്, വിളക്കിൽ മരത്തിൻ്റെ അംശമൊന്നുമില്ല. അടുത്തത്, വിളക്ക് അടിപ്പുപണിയായിട്ടാണ് പണിയേണ്ടത്. അങ്ങനെ പണിയണമെങ്കിൽ സമർപ്പണത്തിലേക്ക് വരണം. സമർപ്പണത്തിലേക്ക് വന്നാൽ ചുറ്റിക വീഴും. സമർപ്പണമില്ലാത്തവനെ ഒന്നും ചെയ്യില്ല, തൊടുപോലുമില്ല. അവനിങ്ങനെ മേൽക്കുമേൽ ബാങ്ക് ബാലൻസും പുഞ്ചപ്പാടവും എല്ലാം ഇങ്ങനെ വർദ്ധിപ്പിച്ച് വയലോട് വയൽ ചേർത്ത് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആൾക്കാർ പറയും ഭയങ്കര അനുഗ്രഹമാണെന്ന് പറയും. ഈ എന്താ അനുഗ്രഹം? ഇതാണോ അനുഗ്രഹം? അതേസമയം അപ്പുറത്തെ ആ ചാക്കോച്ചനെ നോക്ക്. ചാക്കോച്ചന് ഈ പറഞ്ഞ പുഞ്ചപ്പാടവും ഇല്ല, ഒന്നുമില്ല, ഒരു എമിറേറ്റ്സ് എന്ന് കേട്ടിട്ട് പോലുമില്ല പുള്ളി. എമിറേറ്റ്സേ, ഖത്തർ എയർവേയ്സ് എന്ന് ഒട്ടും കേട്ടിട്ടില്ല. പക്ഷേ ചാക്കോച്ചൻ ഭാഗ്യവാനാണ്. അതായത് ചാക്കോച്ചൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? അടിപ്പുപണികൾ നടക്കുകയല്ലേ, ചുറ്റിക വീഴുന്നുണ്ട്, ചുറ്റികയുടെ പ്രഹരങ്ങൾ ഏൽക്കുകയാണ്, കർത്താവ് ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് വരികയാണ്. പിന്നെ അത് നാളെ ജ്വലിക്കേണ്ട വിളക്കല്ലേ, അനേകർക്ക് പ്രകാശം പരത്തേണ്ട വിളക്കല്ലേ. ഈ വിളക്കിനെ കുറിച്ച് ഒരു ചിന്തിക്കേണ്ട കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പറയാറുണ്ട് ഈ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിൽ പോയ സമയത്ത്, ഇവിടെ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനമൊന്നും അല്ല കേട്ടോ, ഇത് ഒരു വിഷയം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പല ഭാഗങ്ങളെടുത്ത കൂട്ടത്തിൽ ഈ സമാഗമന കൂടാരം ഒന്ന് ടച്ച് ചെയ്തെന്ന് മാത്രം. അല്ലാതെ ഇവിടെ ഒരു സമാഗമന കൂടാരത്തിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയിലേക്കൊന്നും പോയതല്ല ഇത്. അതിൽ ഈ വിളക്ക് മാത്രം നമ്മൾ പുറത്തെടുത്തിട്ടെങ്കിലും ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, വിളക്കിരിക്കുന്ന ഹോളി പ്ലേസിലാണ്, വിശുദ്ധ സ്ഥലത്താണ്, അഥവാ യഹോവയുടെ സന്നിധിയിലാണ്. ഈ സമാഗമന കൂടാരത്തിൻ്റെ ആ ഒരു പിക്ചറിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, വാതിൽ തുറന്ന് നേരെ കയറി വരുന്നത് ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിലേക്കാണെന്ന്. ദൈവരാജ്യത്തിലേക്കുള്ളൊരു പ്രവേശനമാണ് ലഭിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് വന്നവൻ വിശ്വാസ സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം, അവൻ പിന്നെ ആത്മസ്നാനം പ്രാപിക്കണം. അങ്ങനെ ഒരുക്കത്തോടെ ആ പണികളിലേക്ക് വന്ന് പണതൊരുക്കപ്പെട്ട് വിളക്കെന്നുള്ള നിലയിലേക്ക് പണിയപ്പെട്ട വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ, വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതിനകത്ത് 1-2 പേരുടെ ഈ എഴുത്തിനകത്ത് ഭയപ്പെട്ടിരിക്കുക. അത് പറയാൻ സമയം കിട്ടുമോ എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞേ തീരൂ. കാരണം മണ്ടത്തരമായി പോവും. നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും ആത്മീയമായി പറയുന്നതൊക്കെ നിങ്ങൾ അക്ഷരികമായ നിലയിൽ എടുക്കരുത്. ആ എഴുത്തിനകത്ത് പോലും അങ്ങനെ വരരുത്. നമ്മളീ പഴയ നിയമ കാര്യങ്ങളൊക്കെ പറയുന്നത് ആത്മീയമായിട്ടല്ലേ എടുക്കേണ്ടത്. നമുക്കിത് ഡയറക്റ്റായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാം. അതായത് ഇസ്രായേൽ മിസ്രൈം വിട്ടു, ചെങ്കടൽ കടന്നു, മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഹോരേബി വരുന്നു. ഹോരേബിയിൽ നിന്ന് മുൻപോട്ട് യാത്ര ചെയ്ത് യോർദാൻ്റെ കരയിൽ വരുന്നു. അവിടെ നിന്ന് യോർദാൻ കടന്ന് വാഗ്ദത്ത ഭൂമി വരുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത്? നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവരാജ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശ്വാസ സ്നാനത്തിലാണ് നമ്മൾ അത് ഉറപ്പിക്കപ്പെടുന്നത്. വിശ്വാസ സ്നാനത്തിൽ നാം ഉറപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ വിശ്വാസ സ്നാനത്തിൽ ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്ന നമ്മൾ, അങ്ങനെ ആ സ്നാനക്കുളത്തിൽ നിന്ന് അഥവാ കല്ലറയിൽ നിന്ന് ഉയർത്തു വരുന്നത് ഹോരേബിൻ്റെ അനുഭവത്തിലേക്കാണ്, അഥവാ പർവ്വതത്തിലേക്കാണ് ഉയർത്തു വരുന്നത്. ഇനി ജീവിതം പർവ്വതത്തിലെ മാതൃക പ്രകാരമായിരിക്കണം. അവിടെ മുതൽ നാം ഉയർന്ന ഒരു തലത്തിലാണ്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്.
നമ്മെ രക്ഷിച്ച് ഉറപ്പുള്ള പാറമേൽ നിർത്തിയിരിക്കുന്നു. അഥവാ നമ്മെ ഹെവൻലി റെലംസിൽ ഇരുത്തിയിരിക്കുന്നു, സ്വർഗ തലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അങ്ങനെ ഇരുത്തിയിരിക്കുക, അങ്ങനെ ഇരുത്തിയിരിക്കുക നമ്മെ. അതിന് പകരം നമ്മൾ അവർ നടന്നു പോയ പോലെ നടന്നു പോകാനും പുഴ ചാടിക്കിടക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തെണ്ടിപ്പോകും കേട്ടോ. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. വിശ്വാസ സ്നാനത്തോടുകൂടി ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ആത്മസ്നാനത്തോടുകൂടി നമ്മൾ മുൻപോട്ടുള്ള പ്രയാണം ആരംഭിച്ചു. അന്ന് മുതൽ, അതായത് ഈ സ്നാനവും ആത്മസ്നാനവും ഒക്കെ പ്രാപിക്കുന്ന ആ സമയം മുതൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. പല ബന്ധുക്കോസുകാർക്കും ഭാഗ്യമില്ല കേൾക്കാം, പക്ഷെ നമ്മുടെ കാര്യത്തിൽ പറയാമല്ലോ, നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന്. അവിടെ മുതൽ നമ്മൾ കേൾക്കുന്നത് സത്യവചനമാണ്. അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിപ്പിൻ എന്നുള്ളത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. സ്വയത്തിൻ്റെ മരണത്തെക്കുറിച്ച് അത് ഗ്രാജ്വലി സംഭവിക്കുകയാണ്. പെട്ടെന്നൊരു സ്വിച്ച് ഇടുമ്പോൾ സ്വയം മരിച്ചു. അങ്ങനെയാണോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഷമിച്ചു പോകുള്ളൂ കേട്ടോ. എനിക്ക് വല്ല അറ്റാക്കും വരും. ഇതങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ സ്വയം മരിക്കുകയാണോ? അതെന്നാ മരണമാണ്? ഇതൊക്കെ വല്ല മനുഷ്യരും കേട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും? അതായത് അനുദിന ജീവിതത്തിൽ നമ്മളെ സ്വർഗത്തിലെ ദൈവം നടത്തുകയാണ്. തൻ്റെ വചനത്താൽ നമ്മെ അഭ്യസിപ്പിക്കുകയാണ്. പല ആംഗിളിൽ നിന്നല്ലേ പറയുന്നത്. ഈ പറഞ്ഞ ചുറ്റികയുടെ പ്രഹരവും ഈ പണികളും ഒക്കെ പറയുമ്പോൾ തന്നെ എന്താ, നമ്മുടെ ജഡമനുഷ്യനിലല്ലേ അടികളൊക്കെ കൊള്ളുന്നത്. പുറമേ ഉള്ളവനിലാണ് ഈ അടിയൊക്കെ കൊള്ളുന്നത്. പ്രാണനിൽ പണികൾ നടക്കുകയാണ്. അങ്ങനെ പരുവപ്പെട്ട് ഒരുക്കപ്പെട്ട് സമർപ്പണത്തിൻ്റെ വിഷയമുണ്ട്. സമർപ്പണം ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ ഈ പോകുന്ന പോക്കില്ല പൗലോസ്ലീഹ പറയുന്നത് ഞാൻ ദിവസേന മരിക്കുന്നു എന്ന്. അല്ലാതെ പൗലോസ് പറയുകയാണ് ഞാൻ എഫെസോസിലൊരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, അതെനിക്ക് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതാണോ നമ്മൾ ഇത്രയും കാലം ധ്യാനിച്ചതും പഠിച്ചതും? പൗലോസ് പെട്ടെന്നൊരു ദിവസം മരിക്കാൻ പോകുന്നു, അതെന്നാ മരണമാ? ഇത് ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ. പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കണം, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുഷ്ടിപ്പെടണം. പുറമേയുള്ളത് അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുക്കിച്ചുളിയില്ലേ, ജരാനരകൾ വരില്ലേ. അതേസമയം അകമയുള്ളതോ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചിറകടിച്ച് നിൽക്കുക. അതാണ് പാറ്റേൺ, അതാണ് മാതൃക. അതിന് വിരുദ്ധമായ മാതൃകകൾ കാഹളം നനച്ചാൽ നീ കേക്ക് പോലുമില്ല കേട്ടോ. കാഹളം നനിക്കുമ്പോൾ കേക്ക് പോലുമില്ല. കേക്കില്ലേ? കേക്കില്ല, എഴുതി വെച്ച് തരാം. എന്ത് പേപ്പർ വേണമെങ്കിലും കൊണ്ടുവരെ എഴുതി തരാം, ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഇതാണ് പാറ്റേൺ. അവനോ വളരണം, ഞാനോ കുറയണം, അതാണ് പാറ്റേൺ. അതിന് വിരുദ്ധമായ ഒരു പെന്തിക്കോസും ഇല്ല. അപ്പോൾ ആ പെന്തിക്കോസ് ഏത് പെന്തിക്കോസ്? ആ പെന്തിക്കോസ് ഈ പെന്തിക്കോസ് ഒന്നും പറയണ്ട. അതിൻ്റെയൊക്കെ വിശദീകരണം പിന്നാലെ വരുന്നുണ്ട്. എല്ലാ പെന്തിക്കോസും ഇത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച രീതിയല്ലേ, കർത്താവ് കാണിച്ചു തന്ന കാര്യങ്ങളാണ്. ഇതിനപ്പുറം വേറെ കഥയൊന്നുമില്ല. ഏത് കേമം വന്നാലും ഇപ്പം ഞാൻ തന്നെ ഇത് നാളെ മാറ്റി പറഞ്ഞാലും അതൊന്നും നിലനിൽക്കില്ല. പൗലോസ് പറഞ്ഞ പോലെ മാറ്റി പറഞ്ഞാൽ ഞാൻ ശപിക്കപ്പെട്ടവനാ. ഇതാണ് പാറ്റേൺ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? ഇങ്ങനെ ഈ വിളക്കിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അതിൻ്റെ കൂടെ ചേർത്ത് ചിന്തിക്കണം. മരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ മരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലതിനോട് ടേസ്റ്റ് ഇല്ലാതെയാകും. നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ലെന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നേ. ഇത് എന്നും കുന്നും ഒരു പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അതിനകത്ത് ഒരു ജീവൻ്റെ തുടിപ്പുണ്ടാകും. ആ ആത്മീയത്തിൽ വളർന്നു വരുന്നതിൻ്റെ ആ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. അടുത്ത പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്വയത്തിന് മരിച്ചവർക്ക് മാത്രമാണ് ദൈവേഷ്ടം മനസ്സിലാകുകയുള്ളൂ. സ്വയത്തിന് മരിച്ചവർക്ക് മാത്രമേ ദൈവേഷ്ടം മനസ്സിലാകുകയുള്ളൂ. വീണ്ടും ഞാൻ പറയുകയാണ്. അല്ലാത്തവർക്കെല്ലാം പാസ്റ്റർമാരുടെ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്ററുടെ പ്രവാചകൻ്റെ ആലോചന, അവരുടെ കയ്യിൽ നിന്ന് ആലോചനയൊക്കെ കേൾക്കേണ്ടി വരും. സ്വയത്തിന് മരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുന്നത്. അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നതും കൂടെ പറഞ്ഞേക്കാം. സ്വന്തം ഇഷ്ടങ്ങൾ കരിയുമ്പോൾ എന്താ വരുന്നത്? പ്രകാശം വരും അല്ലേ? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ ഈ തീക്കകത്ത് കരിയാണ്. അതിൻ്റെ റിസൾട്ട് എന്താ? പ്രകാശം. ആ പ്രകാശത്തിൻ്റെ കൂടെ 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം നിങ്ങൾ എന്താ നോട്ട് ചെയ്യാതിരുന്നത്? ആ വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. തിരി കത്തി അമരുമ്പോൾ പ്രകാശം പരക്കുകയാണ്.
നാം നമ്മുടെ സ്വയത്തിന് മരിക്കുമ്പോൾ പ്രകാശം പരക്കുകയല്ലേ. അവിടെ വചനമാണ് നമുക്ക് വെളിപ്പെടുന്നത്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം. അപ്പോൾ വെളിപ്പെടുന്ന ഈ പ്രകാശത്തിൽ നമുക്ക് എന്താ തുറന്നു കിട്ടുന്നത്? പാത തുറന്നു കിട്ടുകയാണ്, ദൈവേഷ്ടം തുറന്നു കിട്ടുകയാണ്, ദൈവേഷ്ടം തുറന്നു കിട്ടുകയാണ്. 86-ാമത്തെ സങ്കീർത്തനം, സാംസ് 86:11, 86-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് പറയാ, യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ലേ ദാവീദെ പ്രാർത്ഥിക്കാൻ? എത്രയോ വലിയ കാര്യങ്ങൾ കിടക്കുന്നു. ഒരു വലിയ രാജ്യത്തിൻ്റെ മഹാരാജാവാണ്. അനവധി കാര്യങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അദ്ദേഹം ഗൗരവം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം എന്താ? ദാവീദിൻ്റെ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയേ. 51-ാം സങ്കീർത്തനത്തിൽ കാണുന്ന ഗൗരവമായൊരു കാര്യം, ഒത്തിരി കാര്യം പറയുന്നുണ്ട്. അതിനിടയിലൊരു കാര്യം ഗൗരവമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക. എന്താ അത്? നിൻ്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് തിരികെ എടുക്കരുത്. രാജ്യത്വം എടുത്താലും കൊള്ളാം, എന്നെ എടുത്താലും കൊള്ളാം, കിരീടം എടുത്താലും ചെങ്കോലെടുത്താലും കുപ്പായം ഉരിക്കൊണ്ട് വെക്കുക, എന്നാലും വേണ്ടില്ല. രാജവസ്ത്രമേ, അതൊന്നുമല്ല തനിക്ക് വിഷയം. രക്ഷയുടെ സന്തോഷം തിരികെ തരണമെന്ന് താൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അതാണ്. യഹോവയായ ദൈവമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെ ഉളവായി വന്നൊരു സന്തോഷമുണ്ട്, താൻ അനുഭവിക്കുകയായിരുന്നു. അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുക അല്ലേ? രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. ഇവിടെ 86-ാം സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ എന്താ താൻ പറയുന്നത്? യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. വഴി വെളിപ്പെട്ട് കിട്ടാനാണ് താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആളുകൾക്ക് അങ്ങനത്തെ ചിന്ത പോലുമില്ല. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ പാത വെളിപ്പെട്ട് കിട്ടണം. മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സംഘമാണ് കർത്താവിൻ്റെ വിശുദ്ധന്മാർ. അവർക്ക് പാത വെളിപ്പെട്ട് കിട്ടണ്ടേ? അങ്ങനെ പാത വെളിപ്പെട്ട് കിട്ടി സുഗമമായി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്തൂ. നാം ഒരു ഓട്ടക്കളത്തിലല്ലേ? ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒത്തിരി പേരുണ്ടെങ്കിലും വഴി അറിയാത്തവൻ ഏതിലെങ്കിലും ഓടിപ്പോയി അവൻ എവിടെയെങ്കിലും പോയി അവസാനിക്കും. അതേസമയം പാത തുറന്നു കിട്ടുന്നവൻ, സത്യമാർഗം തുറന്നു കിട്ടുന്നവൻ, ക്രൂശിൻ്റെ വഴി തുറന്നു കിട്ടുന്നവൻ, സത്യോപദേശം തുറന്നു കിട്ടുന്നവൻ, അവൻ ആ ബാറ്റൺ മുറുകെ പിടിച്ചുകൊണ്ട്, അഗ്നിമയമായ പ്രമാണം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, റിലേ റേസിലല്ലേ നമ്മളായിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതലുള്ള വിശുദ്ധന്മാർ ഓടിക്കൊണ്ടിരിക്കുക. അപ്പസ്വലന്മാർ ഓടി ആ ബാറ്റൺ അടുത്ത തലമുറയെ ഏൽപ്പിച്ചു. ആ ബാറ്റൺ അവരടുത്ത തലമുറയെ ഏൽപ്പിച്ചു. അങ്ങനെ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ 2-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ ബാറ്റൺ ഏൽപ്പിച്ചു. അവർ 3-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെ കൈമാറി ഈ തലമുറയിൽ നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. പെന്തക്കോസ്തിൻ്റെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. ആ ബാറ്റൺ നമ്മെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ബാറ്റണുമായിട്ട് വേണം ഓടാൻ. ഓടുമ്പോൾ വഴി അറിയണ്ടേ? ഏതെങ്കിലും കുറ്റിക്കാട്ടിക്കട കയറി ഓടിയാൽ മതിയോ? വഴി അറിയണം. ആ വഴിയിലൂടെ തന്നെ വേണം ഓടാൻ. അങ്ങനെ വേണം ലക്ഷ്യത്തിലെത്തിച്ചേരാൻ. യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. വഴി അറിയാത്തവനൊന്നും സത്യത്തിലല്ല നടക്കുന്നതെന്ന് ഓർത്തോ. അവൻ മുടി കറുപ്പിക്കാനും വെളുപ്പിക്കാനൊക്കെ പോവും. ഇന്ന് കേരളത്തിന് വെളിയിലുള്ളൊരു സഹോദരൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. പ്രസംഗമൊക്കെ കേട്ടിട്ട് നിരന്തരം കേൾക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ 3-4 വർഷമായിരുന്നു പ്രസംഗിക്കുന്നു. ഈ ശരീരത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ചൊക്കെ ജനറലായിട്ട് പറയാറുള്ളതല്ലാതെ മുടി കറുപ്പിക്കുന്നോ വെളുപ്പിക്കുന്നോ, പെണ്ണുങ്ങളുടെ ചുരിദാറിൻ്റെ കാര്യം, ആണുങ്ങളുടെ പാൻറ്റിൻ്റെ കാര്യം, ഇങ്ങനത്തെ കാര്യമൊന്നും നമ്മൾ പ്രസംഗത്തിലൊന്നും അങ്ങനെ അധികം പറയാറില്ല. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകാറില്ല. പക്ഷെ വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ കാര്യങ്ങളുടെയൊക്കെ ഗൗരവം. അപ്പോൾ അത് കേട്ടിട്ടാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരും അങ്ങനെ കറുപ്പിക്കുന്ന ആൾക്കാരാണല്ലോ എന്ന്. തന്നെ സ്നാനപ്പെടുത്തിയൊരു സെൻട്രൽ പാസ്റ്ററാണ്. ആ സെൻട്രൽ പാസ്റ്റർക്ക് ഇപ്പോൾ പ്രായമായി. ഇപ്പോഴും പുള്ളിയുടെ കറുത്തിരിക്കുകയെന്ന് മുടി. പുള്ളിയുടെ പെമ്പിളയുടെയും അതുപോലെ തന്നെ ഇരിക്കുകയെന്ന്. അയ്യോ. അപ്പം നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. തികച്ചും ജഡികന്മാർ. ഇവരൊന്നും ആത്മീയരല്ല. ആത്മീയനും കർത്താവിൻ്റെ ദാസനും ഒരിക്കലും അവൻ്റെ കൈ വിറയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ പണിക്കൊന്നും ഒരു ദൈവത്തിൻ്റെ ദാസനും ഒരിക്കലും പോവില്ല. അപ്പോൾ പോകുന്നവരോ? അവരോ ഒന്നും ദൈവത്തിൻ്റെ ദാസന്മാരല്ല, ആയിരുന്നു. ഇപ്പോഴോ ജഡത്തിൻ്റെ ദാസന്മാരാണ്. ആടിവരയിട്ട് പറയാണ്, ജഡത്തിൻ്റെ ദാസന്മാരാണ്. കാഹളം കേൾക്കുമെന്ന് കണ്ടറിയണം. ഈ ശരീരത്തിൽ നമുക്ക് അവകാശമില്ലെന്നേ. ഇപ്പം അടുത്ത പോയിന്റുകളിലേക്കെല്ലാം വന്നില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ നിന്നുകൊണ്ട് ഈ കറുപ്പിക്കുന്നതിലങ്ങ് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. സമയം അങ്ങ് പോയിട്ടുമുണ്ട്.
കറുപ്പിക്കുന്നതിലൊക്കെ നിന്നേക്കാം. അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുന്നത്. കുറേ വർഷമായി വിശ്വാസി വന്നിട്ട് ഇന്ന് വരെ ആരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന്. ഈ കറുപ്പിക്കൽ മാത്രമല്ല, വേറെ പലതും ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ചോദിച്ചത്. അവരെല്ലാം പഠിപ്പിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ രതീഷിനോട് പറയായിരുന്നു, രതീഷ് നമുക്കൊരു 3 പടം കാണിച്ച് നോക്കാം, ആ പടം കാണിച്ചിട്ട് വല്ലതും മനസ്സിലായെന്ന് അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. രതീഷെ ഒന്ന് കാണിച്ചു നോക്ക് രതീഷെ, മനസ്സിലാവില്ലോ എന്ന് നോക്കാം. എല്ലാവരും നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം ആ പാസ്റ്റർ, ഇപ്പോഴത്തെ പാസ്റ്റർ, ട്രാൻസ്ഫറായി വന്ന പാസ്റ്റർ, അങ്ങനെ ഒത്തിരി പാസ്റ്റർമാരുടെ കാര്യമാണ് പറയുന്നത്. അവരങ്ങനെയാണ് ചെയ്യുന്നത്, അവരുടെ ഭാര്യമാരിങ്ങനെയാണ്. അവരൊക്കെ പറയുന്നത് നിങ്ങളിങ്ങനെ ഈ നരച്ചൊക്കെ നടക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് 10-60 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 60 വയസ്സിലൊക്കെ അങ്ങനെ നരയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 50 വയസ്സ് 55 വയസ്സല്ലേ ഉള്ളൂ, നിങ്ങളെന്തിനാ ഇങ്ങനെ നരച്ച മുടിയൊക്കെ ആയിട്ട് കിടക്കുന്നത്? കറപ്പിച്ചോളാൻ അവർ പറഞ്ഞു തരുന്നതെന്ന്. എന്താ അതിനൊക്കെ മറുപടി പറയുക? ഇതൊന്നും മുടി കറുപ്പിക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. മുടി കറുപ്പിക്കുന്ന എന്തോ അന്താരാഷ്ട്ര വിഷയമായിട്ടല്ല നമ്മൾ റേസ് ചെയ്യുന്നത്. നിങ്ങൾ രക്ഷ എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതാണ് നമ്മളുടെ പോയിന്റ്. നിങ്ങൾക്ക് രക്ഷ എന്തെന്ന് മനസ്സിലായിട്ടില്ല, അല്ലാതെ മുടി കറുപ്പിക്കുന്ന വെളുപ്പിക്കുന്ന ഒന്നുമല്ല സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അത് വെച്ചിട്ട് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുകയാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മളിത് കാണിച്ചു തന്നിട്ടില്ലേ? ഇത് കണ്ടമാനം മുങ്ങിപ്പോയിട്ടില്ല, എങ്ങനെയെങ്കിലും കൈകാലിട്ടടിച്ച് കയറി പോരാവെന്ന് നോക്കുന്നൊരു പിക്ചറാണ്. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാവോ എന്ന് നോക്കുന്ന. അടുത്ത പിക്ചർ കാണിച്ചേ. ഇതിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് തന്ന് വേണം സുവിശേഷം പ്രസംഗിക്കാൻ. അങ്ങനെ പാപത്തിൻ്റെ പടുകുഴിയിൽ നാം മുങ്ങി ഇപ്പം കൈ മാത്രം കാണുന്നു, കൈവിരലുകൾ മാത്രം ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയാണ് രക്ഷ നടക്കേണ്ടത്. ഇവിടെയൊക്കെ രക്ഷിച്ചുകൊണ്ട് വന്നാൽ നാളെ കഥ പറയും, ഞാൻ സുറിയാനി ആയിരുന്നു, ഞാൻ സീറോ മലബാറായിരുന്നു, ഞാൻ ലത്തീനായിരുന്നു, ഞാൻ ഓർത്തഡോക്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കളയും. മുങ്ങി താഴാൻ തുടങ്ങുകയാണ്. ആ കൈവിരലുകൾ ചലിക്കുന്നുണ്ട്. ആ വിരലുകൾ എന്നെ വിളിച്ചു പറയുന്നത് വാക്കും ഭാഷണവും കൂടാതെ എന്താ പറയുന്നത്? രക്ഷിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണത്. എന്നെ ആർ വിടുവിക്കും? ഈ പാപത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഈ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ആരെന്നെ രക്ഷിക്കും? വലിയ വിലാപമായിരുന്നു. ആ വിലാപത്തിൻ്റെ പുറത്ത് നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും അവിടേക്ക് ഇറങ്ങി വന്ന് നമ്മെ കോരിയെടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഉറപ്പുള്ള പാറമേൽ നിർത്തിയതാ കേട്ടോ, ഉറപ്പുള്ള പാറമേൽ നിർത്തിയതാ. അങ്ങനെയുള്ള ആളുകൾ എന്നാ വർത്തമാനമായി പറയുന്നത്? നിങ്ങൾ എന്നാ കറുപ്പിക്കുന്ന കാര്യമായി പറയുന്നത്? ഇവിടെ അവസാനിച്ച് പോകേണ്ടതായിരുന്നേ. നിങ്ങളുടെ ഉപദേശിമാർ നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഇതൊന്നും പഠിപ്പിക്കാത്തത് ആരുടെ കുഴപ്പമാണ്? ഞാനും നിങ്ങളും ദൈവസന്നിധി നിൽക്കാൻ യോഗ്യരാണോ? നമ്മൾ സീരിയസ് ആയി എപ്പോഴും പറയുന്ന വാക്യമല്ലേ 2 കൊരിന്ത്യർ ലേഖനം 5:14-15. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കായിട്ട് മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ള വാക്യമൊക്കെ അകത്ത് കിടന്ന് മുഴങ്ങട്ടെ. ആ മുഴക്കത്തോടെ പിരിയാമിന്ന്. വയനാട്ടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഒരു വീഡിയോ നമുക്ക് കിട്ടി. അതൊരു മനുഷ്യനെ മണ്ണിൽ നിന്ന് മാന്തി എടുക്കുകയാണ്. അവൻ്റെ തലയിൽ നിന്നൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ട് ചുറ്റുമുള്ള മണ്ണൊക്കെ മാറ്റി അവനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു രംഗം, ഭയാനകമായൊരു രംഗമാണ്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവൻ പറയാണ്, അയ്യോ എൻ്റെ ഈ ഒരു സൈഡിൽ ഇച്ചിരി നരച്ചേട്ടുണ്ട്. അത് തന്നെയല്ല, എൻ്റെ മുമ്പിൽ സജിപ്പാസിൻ്റെ മുടി പോലെയാണ്, ഒരു തുരുത്ത് പോലെയാണ്, 2 സൈഡിലും മുടിയില്ല, എന്നെ വേഗം കൊണ്ടുപോയി ഇച്ചിരി മുടി നടൂ എന്ന് ആ കുഴിന്നെടുത്തവൻ പറയുകയാണെങ്കിൽ എൻ്റെ കർത്താവേ തലയെ കൈവച്ച് പോവില്ലേ? ഈ പുള്ളീനെ നമ്മൾ മണ്ണിൽ നിന്നെടുത്ത് പുറത്തേക്ക് എടുത്തപ്പോഴാണ് നോക്കുമ്പോൾ മൊത്തം മണ്ണ് മൂടി കിടക്കായിരുന്നല്ലോ. മണ്ണെല്ലാം മാറ്റി ഒരു വകൻ്റെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സജിപ്പാസിൻ്റെ രൂപമാണ് വരുന്നത്. നടുക്കൊരു തുരുത്ത്, 2 സൈഡിലും ഇല്ല മുടി. പിന്നെ ഉച്ചിയിലൊരു പപ്പടം കണക്ക് അവിടെ ഇല്ലെന്നാണ് തോന്നണേ. ഇല്ലെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇല്ല, അവിടെ ഇല്ല. നട്ടുപിടിപ്പിക്കാൻ വലിയ പാടായിരിക്കും അവിടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഈ കയറി വന്നപ്പോൾ ആൾക്കാർ കണ്ണാടിയൊക്കെ പിടിച്ച് കാണിച്ചല്ലോ, ബ്രദറെ ഇങ്ങനെയാണ്. പുള്ളി പറഞ്ഞു, എനിക്കിനി ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ തന്നെ ആദ്യം മുടി പിടിപ്പിക്കണം,
പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് നരച്ചിട്ടുണ്ട്, അതൊക്കെ കറുപ്പിക്കണമെന്ന് അവൻ പറയുകയാണെങ്കിൽ അവനെ അവിടെ വെച്ച് തന്നെ AK-47 തീർത്ത് കളയണമെന്നാണ്. അങ്ങനെ ഞാൻ പറയുമോ? ഞാൻ പറയില്ല. കാരണം പ്രമാണമില്ല അങ്ങനെ തീർക്കാനൊന്നും. അത് ചുമ്മാ മാനുഷികമായൊരു ചിന്തയല്ലേ. കാരണം കോപം വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ കോപിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിനും കോപം വരില്ലേ? ഇവിടെ പെന്തിക്കോസുകാരാ, നിന്നെ ഈ കുഴിക്കകത്തുനിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് നീ ദൈവേഷ്ടം അന്വേഷിക്കാതെ നീ സ്വന്തം ഇഷ്ടത്തിൽ പോവുകയാണെങ്കിൽ നീ ഏത് പെന്തിക്കോസുമായിട്ട്, നീ നൂജനോ ക്ലാസിക്കലോ എന്തു ആകട്ടെ, എന്ത് പെന്തിക്കോസ്? സത്യങ്ങൾ മനസ്സിലാക്കണം, സത്യങ്ങൾ ഗ്രഹിക്കണം. കൊട്ടാരക്കരയുള്ള പ്രസിദ്ധനും കൊയിലാണ്ടിയിലുള്ള പ്രസിദ്ധനൊന്നും പറയുന്നതല്ല കാര്യം. പ്രസിദ്ധന്മാരുടെയൊക്കെ പ്രസംഗത്തിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. പരിശുദ്ധാത്മാവാണോ ഇവരെയൊക്കെ നടത്തുന്നതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അന്നേരം ഒരു ദൈവദാസന് കഴിയാത്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതലിന് കഴിയുമോ? ഇതെല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഒരു ശുശ്രൂഷകന് 10 മടങ്ങാണ്, 100 മടങ്ങ് അപ്പുറമാണ് അടിയെന്ന് പറയുന്നത്. ഒരു വിശ്വാസി അടിക്കുന്ന പോലെ എല്ലാവരും ശുശ്രൂഷകനെ ദൈവം കൈകാര്യം ചെയ്തത് 100 മടങ്ങായിരിക്കും. 1 മടങ്ങും 2 മടങ്ങൊന്നുമല്ല. ഉപദേശിയോട് പറയാനുള്ളത് എന്താ? നീ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നല്ലതെന്നാണ് പറയാനുള്ളത്. നീ സത്യങ്ങൾ അറിഞ്ഞിട്ട് പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ചങ്ങലകൾ അഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കി, അതും പോരാത്തതിന് പുത്രൻ്റെ വധു എന്ന നിലയിൽ, നിയുക്ത മണവാട്ടി എന്ന നിലയിലേക്ക് കല്യാണ നിശ്ചയം കഴിഞ്ഞ് ദൈവരാജ്യത്തെ നിർത്തിയിരിക്കുക. അതും പോരാത്തതിന് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ എന്ന് പറയുന്ന ഏറ്റവും ഔന്നത്യമുള്ള ആ ഒരു ഉത്തരവാദിത്വം 1000 അമേരിക്കൻ പ്രസിഡന്റുമാരെക്കാൾ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തു. ആ പ്രമാണങ്ങളെ കാറ്റത്ത് പറപ്പിച്ചു വിട്ടിട്ടാണ് പറയുന്നത് എനിക്ക് ഇച്ചിരി നട്ട് വളർത്തണമെന്ന്. ആരെ കാണിക്കാനാ? ആരെയാ കാണിക്കാനുള്ളത്? ആരെ കാണിക്കാനാ ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോയും അതുപോലെ ഈ പിക്ചറുകളൊക്കെ കണ്ടിട്ട് തകർന്നെന്ന് പറഞ്ഞ ഹൃദയത്തോടല്ലാതെ യഹോവയുടെ സന്നിധിയിൽ വരരുത്. 1 കൊരിന്ത്യർ ലേഖനം 1:30 കൂടെ വായിച്ചേ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഈ വാക്യമൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണ് അത് കാണിക്കുന്നത്. ആ ക്രൂശിനെ ഒരു ബലിപീഠം എന്ന നിലയിൽ പൗലോസ് അവിടെ എഴുതിയിരിക്കുകയാണ്. ആ ബലിപീഠത്തിൽ ഒഴുകിയ രക്തനിമിത്തം നമുക്ക് ശുദ്ധീകരണമായി തീർന്നു. അവൻ്റെ ബലിമരണം നിമിത്തം അത് നമുക്ക് ജ്ഞാനമായി, വീണ്ടെടുപ്പായി, എല്ലാമായി തീർന്ന കാര്യമാണ് ഒറ്റ വാക്യത്തിലൂടെ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാവോ? 29-ാം വാക്യം, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കുവാൻ ദൈവം അനുവദിക്കില്ലെന്ന്. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ അനുവദിക്കില്ല. ഈ വാക്യങ്ങളൊക്കെ അകത്തേക്ക് കയറട്ടെ. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, അങ്ങ് കൊരുത്തട്ട കയറി അതൊരിക്കലും മാഞ്ഞു പോകാൻ ഇടവരരുത്. യഹോവയുടെ സന്നിധിയിൽ നാം ഭയത്തോടും വിറയലോടും ആയിരിക്കണം. ഇനിയുള്ള കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞങ്ങ് വിട്ടേക്കാം. 2-3 സെക്കൻഡ് കൊണ്ട് ഓടിച്ച് പറഞ്ഞു വിട്ടേക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, ആ സ്വയത്തിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് സ്വന്തം ഇഷ്ടങ്ങൾ കരിയുമ്പോൾ, അതായത് വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ചിരിക്കുക, അതിലേക്കാണ് തിരി ഇറക്കി വെച്ചിരിക്കുന്നത്. ആ തിരി കത്തുമ്പോൾ സ്വയത്തിന് കത്തി അമരുകയാണ്. നാം സ്വന്തം ഇഷ്ടങ്ങളൊക്കെ കത്തി അമരുകയാണ്. അവിടെയാണ് ദൈവേഷ്ടം വെളിപ്പെടുന്നത്. അതെങ്ങനെയാണ്? ദൈവേഷ്ടം മുഴുവനും വിശുദ്ധ തിരുവഴുത്തിലാണ് ഉള്ളത്. വിശുദ്ധ തിരുവഴുത്തിലാണ്. അവിടെയാണ് 119-ാം സങ്കീർത്തനമെടുത്ത് വായിച്ചത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണെന്ന്. ആ പ്രകാശത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം വഴി തുറന്ന് കിട്ടുകയാണ്. എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നത് എന്താണെന്നറിയാവോ? നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. തൻ്റെ ആഗ്രഹമാണത്, നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ. ഇസ്രായേലിൻ്റെ മഹാരാജാവാണ് പറയുന്നത്, ഞാൻ നിന്നെ ഭയപ്പെടേണ്ടതാകുന്നു. അതിനെ എൻ്റെ ഹൃദയം എപ്പോഴും നിന്നിൽ ഏകാഗ്രതയോടെ നിർത്തണമെന്ന്. അതായത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവനിലേക്ക് അല്ലാതെ ശ്രദ്ധ പോകാൻ പാടില്ല. പൗലോസ് പറയുന്നു, ക്രൂശിനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണെന്ന്. അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടാൻ നാമും നമ്മുടെ തലമുറകൾ പഠിക്കണം. ദൈവത്തെ ഭയപ്പെടുവാൻ, ശേഷം മനുഷ്യരെ പോലെ നടക്കാനല്ല. അവിടെ ചെണ്ടപ്പുറത്ത് കോല് വെച്ചു, ഇവിടെ ചതിക്ക് ഇലയിട്ടു, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. അവിടെ പുലികളിയുണ്ട്, അവിടെ എലികളിയുണ്ട്, പല കളികളും ഉണ്ടെന്നേ. പലതരം കളികളുണ്ട്. ഹോരേബിൻ്റെ അടിവാരത്ത് അവർ കളിപ്പാനും കുടിപ്പാനും ഒക്കെ എഴുന്നേറ്റല്ലോ.
എന്താ സംഭവിച്ചത്? അതുപോലെ പലരും പല കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. ശ്രദ്ധിക്കണം, സാത്താൻ തന്ത്രശാലിയാണ്. അവൻ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരും, ഉപദേശിയുടെ വേഷത്തിൽ വരും. ഡൽഹിയിൽ നിന്ന് ഒരു കള്ളഉപദേശി അവൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിലസുകയാണ്. വിശ്വാസികൾ ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞ് വലിയ ഗീർവാണം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ അത് പാസ്റ്ററല്ലേ പറയുന്നത്? അതൊന്നും പാസ്റ്ററല്ല. നിങ്ങളതൊക്കെ പാസ്റ്ററാണ്, ഇത് പാസ്റ്ററാണെന്നൊന്നും പറഞ്ഞിരിക്കരുത്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മെ നേർവഴിക്ക് നടത്തുന്നവരാണ്. അവരൊരിക്കലും ഈ ലോകത്തിന് അനുരൂപമാകാൻ നമ്മളെ പഠിപ്പിക്കുന്നവരല്ല. ലോകത്തിൻ്റെ സതിരുകളിൽ മുഴുകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവരല്ല അവർ, ഒരിക്കലുമല്ല. നമുക്ക് ഈ ചുറ്റുപാടുള്ള എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമാണ്. പക്ഷേ നമ്മൾ ഒരു പ്രമാണമുള്ളവരാണ്, കെട്ടപ്പെട്ട മനുഷ്യരാണ്, ദൈവസ്നേഹത്താൽ മുൻപോട്ട് പോകുന്നവരാണ്. നമ്മുടെ കയ്യിൽ അഗ്നിമയമായ പ്രമാണമുണ്ട്. പല കാര്യങ്ങളും പറയാനുണ്ട്. ആ കാരണത്താൽ പലതിലും നമുക്ക് കൈവയ്ക്കാൻ കഴിയില്ല. എഫ്രൈം നമുക്ക് മുന്നറിയിപ്പായിട്ടുണ്ട്. എഫ്രൈം ജാതികളോട് ഇടകലർന്നു, അതുകൊണ്ട് അവൻ ഹാഫ് ബേക്ക്ഡ് കേക്കായി എന്നാണ് എഴുതിയിരിക്കുന്നത്. പാതി വെന്ത കേക്കായി പോയിന്ന്. അതിന് വല്ല ടേസ്റ്റും ഉണ്ടോ? അവൻ ജാതികളോട് ഇടകലർന്നു. നമുക്കത് അരുതേ. അതാ എനിക്കതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് 33 തിരുവയസ്സ് ഒരു വിളക്കെന്ന നിലയിൽ ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. താനൊരു വിളക്കെന്ന നിലയിൽ 33 തിരുവയസ്സ് ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതെങ്ങനെയാ? ഫലം പുറപ്പെടുവിച്ചുകൊണ്ട്. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റിസൾട്ടല്ലേ കാണിക്കുന്നത്? ഫലം പുറപ്പെടുവിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. അങ്ങനെ അത് പിതാവിന് മഹത്വമായി തീർന്നു. നാമും നമ്മുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ പിതാവിന് മഹത്വമായി തീരില്ലേ? അങ്ങനെ പിതാവിന് മഹത്വമായി തീരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിലെ ഒരു 3 കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാവുന്നവർക്ക് നോട്ട് ചെയ്യാം. കേക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, വിളക്കിൻ്റെ കാര്യം പറഞ്ഞു, പിന്നീട് പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിൽ നിന്ന് സുഗന്ധവർഗ്ഗങ്ങളുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 കാര്യം. എന്താ അത്? കേക്ക് മറ്റുള്ളവർക്ക് ഭോജ്യമായ അവസ്ഥ, ടേസ്റ്റായി തീർന്ന അവസ്ഥ കേക്ക് കാണിക്കുന്നത്, മറ്റുള്ളവർക്ക് ടേസ്റ്റായി തീരുന്നത്. വിളക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുകയാണ്. പിന്നീട് പറഞ്ഞ എന്താ? നമ്മുടെ ജീവിതം ഒരു ആരാധനാ ജീവിതമായി മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് സൗരഭ്യം പരത്തും. അതേസമയം വെറും ജഡികന്മാരായി നടന്നാലോ ദുർഗന്ധം പരത്തും. നാം ആത്മീയരായി തീക്കനലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നമ്മുടെ എൻറ്റയർ ലൈഫ് ഒരു ആരാധനാ ജീവിതമായി മാറുകയാണെങ്കിൽ, ആരാധനയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലാണ് അത് വരേണ്ടത്, ഞാൻ ഓടിച്ചു പറയുന്നതാണ്. ഒരു ആരാധനാ ജീവിതമായി മാറുകയാണെങ്കിൽ നിശ്ചയമായി സൗരഭ്യം പരത്തും. അപ്പം 3 കാര്യം: ടേസ്റ്റായി തീരും, വെളിച്ചമായി തീരും, പിന്നെ എന്താ? സൗരഭ്യം പരത്തും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധന്മാരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ വല്ലതും നിങ്ങൾ എഴുതി തന്നാർന്നു എനിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ലഭിക്കില്ലായിരുന്നോ? അതിൻ്റെ ക്രമത്തിലും ഓർഡറിലും ഇതിനകത്തെല്ലാം വിശദീകരിക്കേണ്ടതായിരുന്നു. ഞാനോർത്തത് ഇന്നത്തെ മെസ്സേജിൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ കാര്യമൊക്കെ പറഞ്ഞ് തീർത്തിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന മെസ്സേജിലേക്ക് പോകാമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പാരഗ്രാഫും കൂടെ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഇനിയും സമയം പോകും. എന്താ ക്രിസ്തീയ ജീവിതം? എത്ര മാധുര്യമാണ്! അതുകൊണ്ടല്ലേ ഭക്തന്മാർ പാട്ടുപാടിയത്, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെയൊക്കെ നിന്ന് പാടാൻ തോന്നുക. ഇവിടെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ചർച്ച് ബിൽഡിങ്ങിലായിരുന്നെങ്കിൽ നമുക്ക് ആത്മാവിൽ ആരാധിച്ച് മതിമറന്ന് സന്തോഷിച്ച് വേണമായിരുന്നു പിരിയാനായിട്ട്. പക്ഷേ സാഹചര്യങ്ങളൊന്നും അതിനനുവദിക്കുന്നില്ലാത്തത് കൊണ്ട്, സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ അവിടുന്ന് ആയുസ്സും ബലവും തന്നാൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടി ധ്യാനിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് പിരിയാം. താങ്ക് യു.